ഇസ്ലാമിനോടുള്ള ഭയം അത് വേണ്ടത് തന്നെയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മളുടെ ഈ മാധ്യമങ്ങൾ മുഖ്യ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് സ്വീഡനിൽ അബാൻഡൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ മിനിസ്ട്രി നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ. ഇസ്രായേൽ എന്ന് പറയുന്നത് 7 ഫ്രണ്ടാണ്, 7 യുദ്ധമുഖങ്ങളാണ്. അതിൽ 8ാമത്താണ് മാധ്യമങ്ങൾ. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് അവർക്കൊരു പക്ഷെ പരാജയപ്പെടുന്നത് ഈ മീഡിയ വാറിലാണ്. കാരണം അത്രമാത്രം ശക്തമാണ് നെറേറ്റീവ്. ഒരു ഉദാഹരണം പറയാം. ഈ പലസ്തീൻ തടവുകാരെ റേപ്പ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിലെ ജയിലുകളിൽ പ്രത്യേകമായി ട്രെയിൻ ചെയ്യിച്ച ഡോഗ്സ്, ലൈഫ് ഇൻ ഗാസ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഡോക്യുമെന്ററി ഈ പറയുന്ന BBC ഇറക്കി. അത് ഇറക്കിയതിന് ശേഷം അത് വലിയ ചർച്ചാ വിഷയമാവാൻ കാരണം അതിനകത്തൊരു കുട്ടിയുടെ ഒരു ലൈഫാണ് ചിത്രീകരിച്ചത്. ആ കുട്ടി ഹമാസ് ഒരു നേതാവിന്റെ മകനായിരുന്നു. യഹിയ സിൻവാർ എന്ന് പറയുന്ന ഈ ഹമാസിന്റെ നേതാവ്, അയാള് ജൂതന്മാരോട് ജിഹാദ് ചെയ്യുകയാണെന്നാണ് അറബിക്കിൽ പറയുന്നത്. പക്ഷെ അത് സബ്ടൈറ്റിൽ കൊടുക്കുമ്പോൾ സത്യത്തിൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ഡെമോക്രസിയുടെ 4 പ്രധാന തൂണുകൾ പറയുമ്പോൾ അതിലൊന്നാണ് മീഡിയ എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു സാധനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജിഹാദാണ് ഈ പറയുന്ന അൽ ജസീറ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ. ദോഹയിലെ അൽ ജസീറയുടെ ദോഹ ഓഫീസിലെ ക്യാൻറ്റീൻ്റെ ചെലവ് ഉണ്ടല്ലോ, അത് പിന്നെ എന്താ പറയുക, ജെറൂസലം പോസ്റ്റിന്റെ ഒരു കൊല്ലത്തെ ബജറ്റിനേക്കാളും ഭയങ്കര കൂടുതലായി. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട ചർച്ച നടക്കാൻ പോകുന്ന ഈ ഒരു വേദിയിലേക്ക് വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. എസൻസിന് വലിയൊരു നന്ദി, ഇത് ഇങ്ങനെ ഒരെണ്ണം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നതിന്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന മുഹമ്മദ് നസീറിന് നന്ദി. ആളെ പറ്റിക്കുന്ന ആഗോള പത്രങ്ങൾ എന്നൊരു തലക്കെട്ട്, അത് തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ചെറിയൊരു ഇൻട്രോ നമ്മൾ നടത്തിയതിന് ശേഷം കുറച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിനുശേഷം ഓഡിയൻസിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ ഗ്രേറ്റ് ജിയോ പൊളിറ്റിക്കൽ സർക്കസ് എന്നത് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ തന്നെയുള്ള ആളുകളാണ്. പത്രങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ ധർമ്മം എന്ന് പറയുന്നത് ഉദാത്തമായ ഒരു ധർമ്മമാണ്, അത് വളരെ ന്യൂട്രലായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുകയും ഓരോ പത്രക്കാരനും തങ്ങളാണ് അല്ലെങ്കിൽ താനാണ് അത് ചെയ്യുന്നത് എന്ന് സ്വയം നടിക്കുകയും, എന്നാൽ അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഒരിക്കൽ പോലും സ്വയം നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ശ്രദ്ധയപ്പെട്ടു. ഞാൻ വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മളുടെ ഇടയിൽ തന്നെയുള്ള ആളുകളാണ് പലപ്പോഴും അങ്ങനെ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടത്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിലുമാണ്, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ. ആ ഒരു വിഷയം വന്ന സമയത്ത് ഇതേ വ്യക്തികൾ മറ്റു പല വിഷയങ്ങളിലും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കണ്ട്, ശ്രദ്ധേയമായ ഇടപെടലുകൾ കണ്ട്, അത് നല്ല ഒരു സംഗതിയാണല്ലോ എന്ന് തോന്നി നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എത്തിയ സമയത്ത് കാണുന്നത് ചിറകൊടിഞ്ഞ കിനാവുകൾ പോലെ ചിറകൊടിഞ്ഞ് ഒരു ഇതുപോലെ ഉദാത്തമായ മാധ്യമധർമ്മം കൊണ്ട് നടക്കുന്നു എന്ന് പറയപ്പെട്ടിരുന്ന ആള് ഒരു സൈഡ് വലിയോടുകൂടി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചില ചോദ്യങ്ങൾ നേർക്ക് നേരെ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ ചോദിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ അത്തരം ആളുകളെയോ കളിയാക്കുകയോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന രീതിയിലൊക്കെ പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഞാനിവിടെ ഒരു 2-3 കാര്യങ്ങൾ പറയാം. അത് എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നുള്ളതൊന്ന് കൈപൊക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിരിക്കും. ഒന്ന്, സിൻവർ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയാമായിരിക്കും, യഹിയ സിൻവർ എന്തായിരുന്നു ചെയ്തത്? ഒക്ടോബർ 7 എന്ന് പറയുന്ന ഈ ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇസ്രായേലിൽ നടത്തിയ ആ ഒരു തീവ്രവാദ ആക്രമണത്തിന്റെ സൂത്രധാരനായ ആൾക്ക് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം നമ്മൾ കണ്ടു. ആൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചത് നമ്മൾ കണ്ടു നമ്മുടെ നാട്ടിൽ. അതിനുശേഷം അയാളെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന ആള് തന്നെയായിരിക്കും. അതിനുശേഷം അവിടുത്തെ ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ രണ്ടാമതുള്ള ഒരു കെട്ടിപ്പടുക്കലിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന, അതിന്റെ 2ാം നിരയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഹദ്ദാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ കഴിഞ്ഞ ദിവസം അവിടെ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ ഹദ്ദാദ് ആയിരുന്നു ഈ പീസ് ട്രീറ്റി വന്ന സമയത്ത്
അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് ഹമാസിന്റെ ഡിസാർമമെന്റ്, നിരായുധീകരണം എന്ന് പറയുന്ന ഒരു സംഗതി. അതിനെ വഴിതിരിച്ചു വിടുകയും അത് ഒരിക്കൽ പോലും സംഭവിക്കാത്ത തലത്തിലേക്ക് അതിനെ മടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കുന്ന ഒരു രീതി കൊണ്ടെത്തിക്കുകയും ചെയ്തിരുന്ന പ്രധാനപ്പെട്ട രണ്ടാം നിര തീവ്രവാദി അയാളെ കൊല്ലപ്പെട്ടു, അയാളെ കൊന്നു എന്നുള്ളത്, ഇസ്രായേൽ വെടിവെച്ച് തീർത്തു എന്നുള്ളത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് ഇവിടെ? ഒന്ന് കൈപൊക്കാമോ? യെസ്. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ ഈ ഒക്ടോബർ 7 നടന്ന ഈ തീവ്രവാദ ആക്രമണം, ഹമാസ് നടത്തിയ തീവ്രവാദ ആക്രമണം, അതിന്റെ പശ്ചാത്തലത്തിൽ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും കുട്ടികളിൽ തന്നെ ആൺകുട്ടികളെയും എല്ലാം വളരെ ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ഒരു സെക്ഷൽ വയലൻസ് നടത്തിയിരുന്നു എന്ന സംഗതി ഈ അടുത്ത ദിവസം ഒരു പുതിയൊരു റിപ്പോർട്ട് ആയിക്കൊണ്ട് അത് ഡോക്യുമെന്റ് ആക്കി മാറ്റി അതൊരു തെളിവാക്കി അവിടെ സ്ഥാപിക്കുന്ന ഒരു പണി ഇവിടെ നടന്നിട്ടുണ്ട്. ആ സംഗതി നമ്മളുടെ നാട്ടിൽ ഏതെങ്കിലും പത്രത്തിൽ വന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും ഒന്ന് കൈവെക്കാമോ? കണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് പത്രത്തിലാണ് കണ്ടെന്ന് പറയാമോ? ഏത് പത്രത്തിലാണ് കണ്ടേ? പത്രത്തിൽ കണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ മലയാള പത്രത്തിൽ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. 2024 തന്നെ അവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടന്നു എന്ന സംഗതി UN തന്നെ സെക്ഷൽ വയലൻസ് അതിന്റെ റെപ്രസെന്റേറ്റീവ് ഇത് സ്ഥിരീകരിക്കുകയും അത് കൺസേൺ പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ സംഗതി ഹമാസ് അങ്ങനെ ചെയ്തു എന്നുള്ളത് ഏതെങ്കിലും പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? കണ്ടിട്ടില്ല. ഇനി ഹമാസ് തന്നെ സ്വന്തം ഗാസൻ ജനതയെ എയ്ഡ് കൊടുക്കാം, നിങ്ങൾക്ക് പച്ചരി തരാം, ഉണക്കലരി തരാം, ഉണക്കമീൻ തരാം, പകരം നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാസൻ ജനതയിൽ പെട്ടിട്ടുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു എന്നത് ഗാസൻ ജനത തന്നെ പരാതിപ്പെട്ടു എന്നത് ഒരു വാർത്തയായിട്ട് നമ്മളുടെ ഏതെങ്കിലും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ? ആരെങ്കിലും കേട്ടോ? ഒരാളുമില്ല. ഇനി അടുത്തത്, ഈ ഗാസൻ ജനതയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഹമാസിന്റെ നേതാക്കൾക്കെതിരെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഹമാസിന്റെ നേതാക്കൾക്കെതിരെ. എന്താണ് അവർ പറഞ്ഞ കാര്യം? ഗാസൻ ജനതയെ ഇതേപോലെ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കുന്നു, ഞങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി, ഞങ്ങളെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു, ഞങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കി, അതിന് ഉത്തരവാദികൾ ഹമാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പലസ്തീനിയൻ ആയിട്ടുള്ള ആള് ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും മലയാള പത്രം ഇവിടെ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഒരാള് ആരെങ്കിലും കണ്ടിട്ടില്ല. എല്ലാത്തിനും ഒടുവിൽ ഈ പറയുന്ന ഹമാസിന്റെ തന്നെ ആളുകൾ ഇതേപോലെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ ഒടുവിൽ ഒരു സർവേ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ആവശ്യം അത് വർദ്ധിക്കുകയും എയ്ഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഹമാസിനേക്കാൾ വിശ്വാസം ഇന്റർനാഷണൽ സമൂഹത്തെയും ഇസ്രായേലിനെയുമാണ് എന്ന് പറയുന്ന ഗാസൻ ജനത, അങ്ങനെ ഒരു സംഗതി ഇവിടെ ഒരു പഠനമായി ഒരു ഇന്റലിജൻസിന്റെ സപ്പോർട്ടോടു കൂടി വന്നിട്ടുള്ള ഒരു സർവേ ആയിട്ട് ഇവിടെ പുറത്തു വന്നതിനെ കുറിച്ച് ഏതെങ്കിലും മലയാള പത്രം ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ? കണ്ടിട്ടില്ല. ഈസ്റ്റ് പാലസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഈ ലോകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഇന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? അതിന്റെ പേര് ജോർദൻ എന്നുള്ള രാജ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ പോയത്? അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതികൾ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ, അത് ഉദാത്തമായ മാധ്യമധർമ്മമാണെന്ന് ഒരു വശത്ത് പറയുകയും എന്നാൽ ഇവിടെയുള്ള നറേറ്റീവുകൾക്ക് കുടപിടിക്കുന്ന തരത്തിലോ അതല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പൊതുബോധം, വാർത്തകൾ ആളുകളെ അറിയിക്കുക എന്നതിനേക്കാൾ ഉപരി വാർത്തകൾ അറിയിക്കുന്നത് വഴി തങ്ങൾക്ക് എന്തോ ഒരു മോറൽ ഹൈ കിട്ടുന്ന ലെവലിലേക്ക് തങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷനിസമായിട്ട്, ഒരു വൾഗർ ആയിട്ടുള്ള എക്സിബിഷനിസമായിട്ട് മാറുകയും ഇത് ആളുകളെ തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ കുരുക്കിയിടുന്ന ഒരു അവസ്ഥയിലേക്കും കൂടി എത്തിക്കുന്നു എന്ന ഒരു വസ്തുത നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെയും ആവശ്യമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് അതിനു വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ മുഹമ്മദ് നസീറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പലസ്തീനിയനിസം എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടപ്പോഴാണ്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് നേരത്തെ കാണേണ്ടതായിരുന്നു, എന്താ ഇത്ര വൈകി പോയെന്ന് തോന്നിപ്പോയി.
കാരണം ഞാനത് പരിചയം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ പഴയ വീഡിയോകളും പലതും, പിന്നെ അതിന് ശേഷമുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന പല വീഡിയോസും, പ്രധാനമായിട്ട് ജിയോ പൊളിറ്റിക്കൽ ഒരു വാർ റൂം തന്നെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഇന്ന് ഇത് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരാൾക്ക് പോലും അതിന് താഴെ വന്ന് കമന്റിലൂടെയോ അതല്ലെങ്കിൽ നേരിട്ടോ ഈ പറയുന്ന സംഗതികളെ വസ്തുതാപരമായിട്ട് നിരീക്ഷിച്ച് അതിന് ഇന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, വന്ന് അതിന് താഴെയുള്ള വളരെ മോശമായ കമന്റുകൾക്ക് പോലും എന്നേക്കാൾ ക്ഷമ കാണിക്കുന്ന ഒരാളാണ് ഇവിടെ നമ്മളുടെ നസീർ ഭായ്. അതാണ് കാണാൻ സാധിച്ചത്. ഒരു മാതൃകയായിട്ട് മാറുകയാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ തന്റെ കാഴ്ചപ്പാടുകൾ നമ്മളോട് പങ്കുവെക്കും. അതോടൊപ്പം തന്നെ എനിക്കും ആദ്യം അറിയേണ്ട ഒരു കാര്യം, സത്യത്തിൽ താങ്കൾ ആരാണ് എന്നുള്ളത് സ്വയം ഒന്ന് പരിചയപ്പെടുത്തണമെന്നാണ് എന്റെയും ഒരു അഭ്യർത്ഥന. കാരണം പല ആളുകൾക്കും അറിയില്ല ഇങ്ങനെ ഒരു വ്യക്തിയെ എന്നുള്ളതും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം പങ്കുവെക്കുന്ന വിവരങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ പറയുക. യഥാർത്ഥ പത്ര പ്രവർത്തനം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ യഥാർത്ഥം കൂട്ടിയിട്ട് ആരെന്ത് പറയും, യഥാർത്ഥ യുക്തിവാദി എന്നൊക്കെ പറയുന്ന ചില ടീമുകളുണ്ട്, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഒരു നല്ല മാതൃകയാണ് എന്ന് എനിക്ക് ഒരു ബോധ്യം വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് താങ്കൾ ഈ വേദിയിൽ ആരാണ്, തന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതൊന്ന് ആദ്യമേ പറഞ്ഞ് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ആദ്യമായി ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിച്ച എസൻസ് ഗ്ലോബൽ വടകരക്ക്, കാരണം ഇങ്ങനൊരു വേദി ഒരുക്കിത്തുന്ന എസൻസ് ഗ്ലോബലിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് മുഹമ്മദ് നസീർ. ഞാൻ ഒരു 27 വർഷത്തോളം പത്രപ്രവർത്തന ഉണ്ടായ ആളാണ്. ഹിന്ദു പത്രത്തിലായിരുന്നു. പിന്നെ കുറേ കാലമായിട്ട് ഈ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിലൊക്കെ കുറച്ച് സജീവമായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ 4 നൂറ്റാണ്ടിലധികം ജേർണലിസ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്. ഇപ്പം ഞാൻ എക്സ് ജേർണലിസ്റ്റ്, എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ എക്സ് ജേർണലിസ്റ്റ് അറിയാം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഈ ഒക്ടോബർ 7 ശേഷം, ഭീകരാക്രമണത്തിന് ശേഷം ഗാസ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഈ കവറേജ്, പിന്നെ ഇപ്പോൾ ഈ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കവറേജൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന, ഈ നെറേറ്റീവുകൾ പൊതുവിൽ ഹമാസ് അനുകൂല, ഇറാൻ അനുകൂല, ഇസ്രായേൽ വിരുദ്ധ, ഹെസ്ബുള്ള അനുകൂല നെറേറ്റീവുകളാണ്. ഈ നെറേറ്റീവുകൾ ആണ് ഇവിടെ ഒരു ഇൻഫർമേഷൻ ഇക്കോ സിസ്റ്റത്തിലാണിത് ഈ നെറേറ്റീവുകൾ സർവൈവ് ചെയ്യുന്നത്. പരസ്പര പൂരകമാണ്. നെറേറ്റീവുകളാണ് ഇൻഫർമേഷൻ ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഇക്കോ സിസ്റ്റത്തിലാണ് ഈ നെറേറ്റീവുകൾ വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ നമ്മളിതൊന്നും അറിയുന്നില്ല. എന്താണ് ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പോലും അറിയുന്ന ആൾക്കാരിൽ വളരെ അപൂർവമാണ് നമ്മുടെ എന്താണ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ഈ നെറേറ്റീവുകളൊക്കെ എപ്പോഴും വളരെ സജീവമായിട്ട് അത് വിശ്വസിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ഈ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇക്കോ സിസ്റ്റം, ആ ഇക്കോ സിസ്റ്റത്തിൽ ഒരുപക്ഷെ എന്താ പറയുക, ചെറിയ ചെറിയ സൂചി കൊണ്ട്, യുക്തിചിന്തയുടെ ഒക്കെ സൂചി കൊണ്ട് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരാളാണ് ആരിഫ്. അത് കുറേയെല്ലാം വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇൻഫർമേഷൻ ഈ വെറും മാധ്യമ രംഗത്ത് മാത്രമല്ല, മറ്റ് ഇപ്പം ഇസ്ലാമിക വിമർശനം, അല്ലെങ്കിൽ പിന്നെ മാധ്യമ വിമർശനം, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലുള്ള അറിവ്, ഇതിലൊക്കെ ഇടപെടുന്ന ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് തോന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും നേരിടുന്നൊരു ഒരു പരാതി വെച്ചാൽ നമ്മൾ ഈ ഇസ്രായേലിന്റെ ഫണ്ടോട് പ്രവർത്തിക്കുന്നൊക്കെയുള്ള അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇസ്രായേലുമായിട്ടൊരു കമ്പാരിസൺ ആയിട്ട് നടത്തുന്ന ഒരു മൾട്ടി ഫ്രണ്ട് വാർ നടത്തുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നുവെച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്നത് 7 ഫ്രണ്ടാണ്, 7 യുദ്ധമുഖങ്ങളാണ്. അതിൽ 8ാമത്താണ് മാധ്യമങ്ങൾ. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ്, അവർക്കൊരു പക്ഷെ പരാജയപ്പെടുന്നത് ഈ മീഡിയ വാറിലാണ്. കാരണം അത്രമാത്രം ശക്തമാണ് നെറേറ്റീവ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം ആരിഫ് നേരത്തെ സൂചിപ്പിച്ചു, ഇസ്രായേലിലെ സിവിൽ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് 2 ആഴ്ചയെങ്കിലും മുമ്പ് ആ റിപ്പോർട്ട് 300 പേജുള്ള വളരെ ബൃഹത്തായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ കോപ്പികൾ
പ്രധാന മാധ്യമങ്ങൾക്കൊക്കെ നൽകിയിരുന്നു. കാരണം അത് എംബാർഗോ ഉണ്ട്, പക്ഷെ എന്നാലും അതിനെ കാരണം 300 പേജ് വായിച്ചു തീർക്കണം, അതിനെക്കുറിച്ച് സ്റ്റോറി ഉണ്ടാക്കണമെങ്കിലൊക്കെ അതിന് മുമ്പ് തന്നെ പത്രങ്ങൾക്ക് ഇത് കൊടുക്കും, മീഡിയ ഔട്ട്ലെറ്റ്സിന്. അങ്ങനെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ന്യൂയോർക്ക് ടൈംസ് ഈ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ സൈലൻസ്ഡ് നോ മോർ എന്നാണ്. അതായത് ഹമാസ് ഗാസയിൽ നടത്തിയ സെക്ഷുവൽ അട്രോസിറ്റീസ്, പ്രധാനമായും സെക്ഷുവൽ അട്രോസിറ്റീസ് അഗേൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരാഴ്ച മുമ്പ് കൊടുത്തിരുന്നു, 1-2 ആഴ്ച മുമ്പ്. പക്ഷെ അത് റിലീസ് ചെയ്യുന്ന ഈ ഒരു ദിവസം മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ആണ് ന്യൂയോർക്ക് ടൈംസ് ഒരു ഒപ്പീനിയൻ പീസ് എന്ന് പറയാം. അവിടുത്തെ ന്യൂയോർക്ക് ടൈംസിന്റെ പ്രധാന ഒപ്പീനിയൻ റൈറ്ററാണ് നിക്കലസ് ക്രിസ്റ്റഫ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ പീസ് ഫ്രണ്ട് പേജ് വരെയാണ്. ഒപ്പീനിയൻ പീസാണ്, റിപ്പോർട്ടല്ല. അതിന്റെ പേര് വെൻ സൈലൻസ് മീറ്റ്സ് റേപ്സ് ഓഫ് പാലസ്റ്റീനിയൻസ് എന്നാണ്. എന്നുവെച്ചാൽ അതാണ് വളരെ മാജിക്കൽ ആയിട്ടുള്ള റിപ്പോർട്ട്. എന്ന് വെച്ചാൽ ഈ പലസ്തീൻ തടവുകാരെ റേപ്പ് ചെയ്യാൻ വേണ്ടി ഇസ്രായേലിലെ ജയിലുകളിൽ പ്രത്യേകമായി ട്രെയിൻ ചെയ്യിച്ച ഡോഗ്സ്, മനസ്സിലായില്ലേ? അത് എന്നുവെച്ചാൽ അത്ര പോലും അത് ഇമ്പോസിബിളാണ്, ബയോളജിക്കലി ഇമ്പോസിബിളാണ്. അത് ആ റിപ്പോർട്ട് വരുന്നത് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടില്ല, ഒപ്പീനിയൻ പീസാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒപ്പീനിയൻ പീസ് ആകുമ്പോൾ അത് അഭിപ്രായം മാത്രമാണ്, അതിനെതിരെ ലീഗൽ ആക്ഷനൊക്കെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു അജണ്ട എന്നോടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഈ പറയുന്ന ഈ ഗാസ യുദ്ധത്തിന് ശേഷം ഇപ്പൊ ഇറാന്റെ യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നെറേറ്റീവ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അത് അതിന്റെ കാരണങ്ങൾ എന്താണ്, അതിനെ സാധ്യമാക്കിയത് എന്താണെന്നൊക്കെ നമുക്ക് ഈ നമ്മുടെ ചർച്ചയിൽ തുടരാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് നക്ബ ആഘോഷം നടക്കുന്ന ഒരു സമയമാണ്. നക്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാസ്ട്രോഫി എന്ന് പറഞ്ഞ് 1948 ആ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അറബികൾക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു, അവരെ വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ആ വാക്കുകൾ, ആട്ടി ഓടിക്കപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയാൻ. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഒന്ന് ആയിക്കളയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യത്തിൽ ആ അറബികളെ അന്ന് ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ ആ വാറിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ അറബ്സ് അറ്റാക്ക് പാലസ്റ്റൈൻ എന്നായിരുന്നു അതിന്റെ വാർത്ത വന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, നക്ബ എന്ന് പറയുന്നത് നമ്മളോട് നിലവിളിക്കണം എന്നാണ് പറയുന്നത്. ശരി, നമ്മൾ നിലവിളിക്കാൻ തയ്യാറാണ്. നിലവിളിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണം. ആ കാരണം പത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. പത്രത്തിന്റെ തലക്കെട്ട് അറബ്സ് അറ്റാക്ക് പാലസ്റ്റൈൻ എന്നാണ്. ഇത് കണ്ടിട്ട് നമ്മൾ എന്തിനു നിലവിളിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അറബികൾ പാലസ്റ്റൈൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർ പറയുന്നത് ഫ്രീ പാലസ്റ്റൈൻ ആണ്. പാലസ്റ്റൈൻ അറബികളുടെ ആണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അറബികൾ പാലസ്റ്റൈൻ അറ്റാക്ക് ചെയ്തത്? അവിടെ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് ഒരു ചോദ്യം. 2, ഈ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം 1947 പാർട്ടീഷൻ പ്ലാൻ അംഗീകരിക്കാതിരുന്നതുകൊണ്ടും അത് ഇസ്രായേൽ അംഗീകരിക്കുകയും അറബ് സൈഡ് അംഗീകരിക്കാതിരുന്നതുകൊണ്ടുമാണ്. ഇനി 48 യുദ്ധം അത് തുടങ്ങി വെച്ചത് അറബികളാണ്. 5ഓളം വരുന്ന രാജ്യങ്ങൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു. ആ യുദ്ധത്തിൽ അറബികൾ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നക്ബ ഉണ്ടാകുമായിരുന്നോ ഇല്ലേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയോ ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു പത്രമോ ഒരു മാധ്യമ പ്രവർത്തകനോ ഇത് പറയാറുമില്ല, ഇത് ചെയ്യാറുമില്ല. ആ സാധനമാണ് നമുക്കൊന്ന് അറിയേണ്ടത്. അതിൽ ഒരു കാര്യം കൂടി, ഈ ഒരു നക്ബ എന്ന് പറയുന്നതിന്റെ സംഗതിയാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷമൊന്നും വലിയ തോതിലുള്ള നെറേറ്റീവ്സ് ഒന്നും ആഘോഷിക്കപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള സംഭവങ്ങളായിട്ടോ ഒന്നും ആരും കൊണ്ടാടുന്നതായിട്ട് കാണുന്നില്ല. അവിടെ ഞാൻ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക എസൻസ് പോലുള്ള സംഘടനകൾക്ക് തന്നെയാണ്. കാരണം നമ്മളുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഗതികളെ അതിന്റെ ആ പൊള്ളത്തരത്തെ ഇതുപോലെ എക്സ്പോസ് ചെയ്യുന്നതിന് വഴിവെച്ച സംഭാഷണങ്ങളും പരിപാടികളായാലും എല്ലാം എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നമ്മൾ ബീച്ചിലൊക്കെ നടത്തിയ പരിപാടികൾ, അതുപോലെ RC നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, പലസ്തീനിയനിസം പോലുള്ള സംഗതികൾ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല. അപ്പൊ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് എന്താ കാര്യമുള്ളതെന്ന് ചോദിക്കാറുണ്ട്. ഇത് തന്നെയാണ് അതിന്റെ കാര്യം. നമ്മളുടെ സമൂഹത്തിൽ ഇത്തരം നറേറ്റീവുകൾ ഇന്ന് ഇവിടെ ചെലവാകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ,
പലസ്തീനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ രാഷ്ട്രീയ ഭാവി തന്നെ നശിച്ച ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ ഉണ്ട്, നമ്മളെ സ്വരാജാണ്. അദ്ദേഹം, ഞങ്ങളിപ്പോ ഇന്ന് കുറച്ച് മുന്നേ അതിനെ കുറിച്ച് പറയായിരുന്നു. അതായത് പീഡിക്കപ്പെട്ട ആളുകളാണ്, അതല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരാണ് ഗാസൻ ജനത, അവർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം എന്നായിരുന്നു അന്ന് പുള്ളി പറഞ്ഞു വെച്ചത്. ഏതിനു വേണ്ടിയിട്ട്? ഒക്ടോബർ 7 ആ തീവ്രവാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ പറയാ സത്യത്തിൽ സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെയാക്കിയെന്ന് നമ്മൾ ഇന്ന് സമ്മതിക്കും, പുള്ളി സമ്മതിക്കും. പാർട്ടിക്കാർ പോലും ഇന്ന് അദ്ദേഹത്തിന് ഒരു പിന്തുണ ആ വിഷയത്തിൽ കൊടുത്തില്ല. അപ്പോ നക്ബ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു പശ്ചാത്തലം ഒന്ന് ചുരുക്കി ഈ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഒന്ന് പറയാമോ? ഈ നക്ബ എന്ന കറ്റാസ്ട്രഫി എന്നാണ് അത് ആദ്യമായിട്ട് ഈ 5 രാഷ്ട്രങ്ങളും, അറബ് രാഷ്ട്രങ്ങളാണ് ഈ ജൂത രാഷ്ട്രം പുതുതായി ഉണ്ടായ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നത്. അപ്പൊ ആ യുദ്ധത്തില് അതിഭീകരമായ പരാജയമാണ് ശരിക്കും ഈ 5 രാജ്യങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ ഈജിപ്തിന്റെ ഒക്കെ സൈന്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ മാസീവായിട്ടൊരു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ഒരു സൈന്യമാണ്. അപ്പൊ അതൊരു നാണക്കേടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് നക്ബ എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ലെബനീസ്, എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ലെബനീസ് പ്രൊഫസറായിട്ടുള്ള, അറബ് പ്രൊഫസർ, ക്രിസ്ത്യൻ പ്രൊഫസറായിട്ടുള്ള സുറൈഖ് എന്നാണെന്ന് തോന്നുന്നു പേര്. അദ്ദേഹം എഴുതിയൊരു പാംഫ്ലെറ്റിലാണ് അത് നമുക്ക് അവൈലബിൾ ആണ് ആ പാംഫ്ലെറ്റ് ഒക്കെ. അതിലാണ് ഈ നക്ബ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നക്ബ ഇത്രയും, നിങ്ങൾ ഈ പറയുന്ന ഇത്രയും വലിയ ഫോഴ്സൊക്കെ പോയിട്ട് നാണം കെട്ട് അതിഭീകരമായ പരാജയം ഏറ്റുവാങ്ങി വന്നതിന്റെ ആ കറ്റാസ്ട്രഫിയെ കുറിച്ചാണ്. അതാണ് ആ ഓത്തറുടെ ഫസ്റ്റ് ആ പാംഫ്ലെറ്റിന്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ അതിനെ കുറിച്ചാണ്. ഇത്രയും നാണം കെട്ട തോൽവിയാണ് നക്ബ, കറ്റാസ്ട്രഫി എന്നുള്ള തോൽവിയാണ് നക്ബ എന്ന് വിളിച്ചത്. ഈ ടേമിനെ പിന്നീട് അതിനെ ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ് ഹോളോകോസ്റ്റിന് പകരമായിട്ടുള്ള ഒരു വാക്കായിട്ട്, ഹോളോകോസ്റ്റിന് പകരമായിട്ട് ഒരു വാക്കായിട്ട് അതിനെ നക്ബയെ കൊണ്ടുവരികയാണ്. അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അടിച്ചേൽപ്പിച്ച ഒരു കറ്റാസ്ട്രഫി എന്നുള്ള രീതിയിൽ. സത്യത്തിൽ അതിന്റെ ഒറിജിൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്നുള്ള ഈ പറഞ്ഞ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ നക്ബ എന്ന് പറയുന്ന വാക്കിന് കൊടുക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എത്രത്തോളം? മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ അത് ഇവർക്കൊക്കെ കൃത്യമായ ഒരു അജണ്ടയാണ്. ആ അജണ്ട വെച്ചിട്ടാണ് ഇപ്പം ഈ പാലസ്റ്റൈൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ്, അത് വരുന്നത് തന്നെ 60കളിലാണ്, 64 അത് വരുന്നത്. നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഈ യാസർ അറഫാത്ത് എന്ന് പറയുന്ന ആൾ തന്നെ ഒരു കാലത്ത് സൗദി അറേബ്യയുടെ ഒരു ഫണ്ടഡ് ആയിട്ടുള്ള ആളായിരുന്നു. കാരണം അതിനു മുമ്പ് ഉണ്ടായിരുന്ന സംഘടനയാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അതിനെ തകർക്കാൻ വേണ്ടി വന്നതാണ്. പിന്നീട് അത് പിടിച്ചെടുത്തതാണ്. ഇയാളുടെ ഈ യാസർ അറഫാത്തിന്റെ സംഘടനയുടെ പേര് ഫത്ത എന്നാണ്. ഫത്ത ആക്ച്വലി PLOക്കെതിരായിരുന്നു. അതിനുവേണ്ടി അത് വലിയൊരു ഹിസ്റ്ററിയാണ്. അപ്പം ഈ അജണ്ടയുടെ ഭാഗത്ത് പ്രത്യേക രീതിയിൽ ഒരു ഫ്രെയിം ചെയ്തുകൊണ്ട് ഈ സംഭവത്തെ, നക്ബയെ തിരിച്ച് അതിന്റെ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അത് പിന്നെ ആ വാക്ക് ഉപയോഗിച്ചത് ആ കോണ്ടെക്സ്റ്റ് ഒക്കെ മാറ്റി അത് അറബ്സിന് നേരിട്ട, അതായത് പാലസ്തീനികൾക്ക് നേരിട്ട ഒരു ദുരന്തമാണ് കറ്റാസ്ട്രഫി എന്നുള്ള രീതിയിലേക്ക് അതിന് ഡിസ്റ്റോർഷൻ ഇങ്ങനെയുള്ള ഡിസ്റ്റോർഷൻസ് ആണ് നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ. ഇതൊക്കെ വളരെ ബോധപൂർവമാണോ അജണ്ടയാണോ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു എക്സ് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞു, ഹിന്ദുവിലാണ് എന്ന് പറഞ്ഞു. ഈ ഹിന്ദു പത്രത്തെ കുറിച്ച് ഒരു 2 സ്റ്റേറ്റ്മെന്റ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്ന്, പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. അതായത് ഹിന്ദു പത്രം കുറെയെങ്കിലും വിശ്വാസയോഗ്യമായ ഒരു പത്രമാണെന്ന് ഇന്ന് പൊതുവെ ആളുകൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും കേൾക്കാറുണ്ട്. കുറെ കൂടിയും ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കേൾക്കാറുണ്ട്. എക്സ് ജേർണലിസ്റ്റ് ആവുന്നത് സത്യത്തിൽ പത്രപ്രവർത്തനം ഉപേക്ഷിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ? ഈ ഹിന്ദു പത്രത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ വർക്ക് ചെയ്ത ഈ 27 വർഷം വർക്ക് ചെയ്തൊരു പത്രമാണ്. ഇന്ത്യയിലെ ഒരു ലിബറൽ സ്പേസിൽ വർക്ക് ചെയ്യുന്ന ഒരു പത്രമാണ് ഹിന്ദു പത്രം എന്നുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ അതിന് ചില ഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ ഇതിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പൊതുവിൽ ഒരു ലിബറൽ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുന്ന ഒരു പത്രമാണ്. ഞാനതിൽ 27 വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്തതാണ്, അല്ലാതെ വേറെ രീതിയിലുള്ള ഒരു ഇതൊന്നുമില്ല. അതിൽ റിട്ടയർ ചെയ്ത് എൻ്റെ പ്രായമായപ്പം റിട്ടയർ ചെയ്ത് വന്നതാണ്. ഇതിൽ ഒരു കാര്യം, ഇപ്പൊ ഹിന്ദു പത്രം ഞാൻ പലപ്പോഴും വായിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പാലസ്റ്റൈൻ ഇഷ്യൂകൾ തന്നെ നോക്കുകയാണെങ്കിൽ പല വാർത്തകളും ലോക്ക്ഡ് ആണ്, പൈസ കൊടുത്താലേ വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രൊപ്പഗൻഡയുടെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഫ്രീ ടു റീഡ്, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. വാട്സപ്പ് ഫോർവേഡ് ആണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, എല്ലായിടത്തും കിട്ടും.
പക്ഷെ ജെനുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ എവിടെയെങ്കിലും ഇതേപോലെയുള്ള ഒരു ട്രൂ ലിബറൽ ഒരു സ്പേസിൽ പോയിട്ട് വായിക്കണം, ഒരു ന്യൂട്രൽ ആകാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വായിക്കണം എന്ന് വിചാരിച്ചാൽ ഇതെല്ലാം പെയ്ഡുമാണ്. അപ്പൊ അങ്ങനെ ഒരു പത്രപ്രവർത്തനത്തിന്റെ നൈതികത നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതായത് റൈറ്റ് ഇൻഫർമേഷൻ എപ്പോഴും എക്സ്പെൻസീവും, എന്നാൽ മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ഒക്കെ ഒരു ഫ്രീ ഒരു റണ്ണിങ് ഒരു രീതി, അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം വെച്ചാൽ ഇന്നിപ്പം പത്രങ്ങളുടെ ബിസിനസ് മോഡല്, പത്രങ്ങളുടെ മീഡിയയുടെ ബിസിനസ് മോഡല് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത് നേരത്തെ അഡ്വർടൈസർ ഫണ്ടഡ് മോഡലാണ്. എന്ന് വെച്ചാൽ ഒരു പത്രത്തിന് റീഡർക്ക് പത്രം കിട്ടുന്നത് അതിൻ്റെ സബ്സിഡൈസ് ചെയ്യുന്ന ആരാണ്? അഡ്വർടൈസറാണ്. നമ്മളൊരു പത്രം 10 രൂപക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ എന്താ പറയുക 8 രൂപയും സബ്സിഡൈസ് ചെയ്യുന്നത് ആരാണ്? അഡ്വർടൈസറാണ്. അപ്പോൾ ഇന്ന് അത് പത്രം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് റവന്യൂ വളരെ കുറവാണ് പത്രങ്ങൾക്ക്. അപ്പോൾ കൂടുതലായിട്ട് ബിസിനസ് മോഡൽ എന്താണെന്ന് വെച്ചാൽ എന്താണ് സബ്സ്ക്രൈബർ മോഡലാണ്. സബ്സ്ക്രൈബേഴ്സാണ് അതിൻ്റെ. പിന്നെ അപ്പോൾ ഈ സബ്സ്ക്രൈബർ മോഡലിൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പത്രത്തിന്റെ സബ്സ്ക്രൈബർ ആരാണെന്നുള്ള ഒരു കാച്ച്മെന്റ് ആണ്. അപ്പോൾ പ്രോ ലെഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോ റൈറ്റ് ആയിരിക്കും. ന്യൂയോർക്ക് ടൈംസ് പിന്നെ ലെഫ്റ്റ് ആണ്, അല്ലെങ്കിൽ ഗാർഡിയൻ പത്രം ലെഫ്റ്റ് ആണ്, ഹിന്ദു പത്രം ലെഫ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വീക്ഷണങ്ങളെ ഇപ്പൊ ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള പൊതുവിൽ ലെഫ്റ്റ് ലിബറലൊക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ എൻ്റെ ആശയങ്ങളെ, എൻ്റെ വീക്ഷണങ്ങളെ വാലിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും കേൾക്കാനായിരിക്കും എനിക്ക് ഇഷ്ടം. അതായത് ദേശാഭിമാനി മാത്രം വായിക്കുന്ന അവസ്ഥ. അങ്ങനെ എല്ലാ മാധ്യമങ്ങളും ഇപ്പം ആ രീതിയിൽ ഒരു കാച്ച്മെന്റ് ആണ്. എക്കോ ചേംബർ ആയിട്ട് മാറുന്നു. അതിന്റെ ഒരു അപകടം അതാണ് ഈ ന്യൂയോർക്ക് ടൈംസിലൊക്കെ പറ്റിയതാണ്. അവർക്കൊക്കെ ഈ എന്താണ് ഒരു പ്രത്യേക രീതിയിലുള്ള റീഡർഷിപ്പ് മാത്രമാണ്, സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. അതല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോകും. അപ്പോൾ അവിടെ വരുന്നൊരു സംശയം, ഇപ്പം കഴിഞ്ഞ 2026 തുടക്കത്തിൽ വന്നൊരു വാർത്തയാണ്. സീസ് ഫയറിന് ശേഷം BBC-യിൽ നിന്നും 1 വർഷം റിമൂവ് ചെയ്ത വാർത്തകളുടെ ഒരു കണക്ക് പറഞ്ഞിരുന്നു ഈ ഗാസ റിപ്പോർട്ടിങ്ങിൽ, ഈ വാർ റിപ്പോർട്ടിങ്ങിൽ. അത് ആ ഒരു പീരീഡിൽ ഏതാണ്ട് 200+ ഇൻസ്റ്റൻസസ് ഓഫ് വാർത്തകൾ ആണ് റിമൂവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തിരുത്തേണ്ടി വന്നിട്ടുള്ളത്. ഇത് അവർ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. BBC-യുടെ സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് അത് തെറ്റായി എന്നുള്ള രീതിയിൽ. 2 എന്താണ് ദ ലൈഫ് ഇൻ ഗാസ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ഈ പറയുന്ന BBC ഇറക്കി. അത് ഇറക്കിയതിന് ശേഷം അത് വലിയ ചർച്ചാ വിഷയമാവാൻ കാരണം അതിനകത്തൊരു കുട്ടിയുടെ ഒരു ലൈഫാണ് ചിത്രീകരിച്ചത്. ആ കുട്ടി ഹമാസ് ഒരു നേതാവിന്റെ മകനായിരുന്നു. അപ്പൊ അതൊരു അറിയാതെ ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമായി എന്നുള്ള നിലയ്ക്കാണ്, അവരറിഞ്ഞില്ല, ഞങ്ങൾ അന്വേഷിച്ചില്ല എന്നൊക്കെയാണ് പിന്നീട് ന്യായമായിട്ട് വന്നതെന്നുണ്ടെങ്കിലും BBC-യുടെ റേഡിയോ അതിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അത് വീഡിയോ മൊത്തത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് റവന്യൂ അതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെ കൂടി ചേർക്കുമ്പോൾ ഈ എക്സിസ്റ്റൻഷ്യൽ ഒരു ക്രൈസിസ് ഈ പത്രങ്ങൾ നേരിടുന്നതുകൊണ്ടാണോ സത്യത്തിൽ ഈ പ്രൊപ്പഗൻഡയോടൊപ്പം ചേരേണ്ടി വരുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഈ BBC-യുടെ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് BBC ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളൊക്കെ ഒരു കാലത്ത് എന്താ പറയുക പഠിക്കുന്ന സമയത്തൊക്കെ BBC കേൾക്കണം. കാരണം BBC ആണ് ഇൻഡിപെൻഡന്റ് മീഡിയയുടെ ഏറ്റവും അൾട്ടിമേറ്റ് മോഡലാണത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ്. ഈ BBC-യുടെ ഈ ഗാസ ഹൗ ടു സർവൈവ് എ വാർ സോൺ അതാണ് ആ ഡോക്യുമെന്ററി. അതില് 13 വയസ്സുകാരനായ അബ്ദുള്ള അൽ യസൂരി എന്നാണ് ആ കുട്ടിയുടെ പേര് തോന്നുന്നു. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയാണ് ആ ഡോക്യുമെന്ററിയുടെ നെറേറ്റർ എന്ന് പറയുന്നത്. ആ കുട്ടിയിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പൊ ഒന്നാമത് ഈ ഡോക്യുമെന്ററി BBC നേരിട്ട് ചെയ്തല്ല, വേറൊരു ഏജൻസിയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഇത് BBC-ക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പിന്നെ ഹമാസിന്റെ ഡെപ്യൂട്ടി മിനിസ്റ്ററുടെ മകനായിരുന്നു ഈ കക്ഷി. അതിനേക്കാൾ ഉപരിയായിട്ട് എന്ന് വെച്ചാൽ ആ ഇതില് ഇന്റർവ്യൂലൊക്കെ യഹൂദ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കില്ല അറബിയില്. ആ യഹൂദ് എന്നുള്ള വാക്കിനെ അവര് അത് സബ് ടൈറ്റിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇസ്രായേലിനാക്കുന്നു, ജിഹാദിനെ റെസിസ്റ്റൻസ്, ജിഹാദിനെ. അതായത് അതിലൊരു ഒരു യഹിയ സിൻവാർ എന്ന് പറയുന്ന ഈ ഹമാസിന്റെ നേതാവ്, അയാള്
ജൂതന്മാരോട് ജിഹാദ് ചെയ്യുകയാണെന്നാണ് അറബിക്കിൽ പറയുന്നത്. പക്ഷെ അത് സബ്ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഫൈറ്റിംഗ് വാർ അഗൈൻസ്റ്റ് IDF എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് ഫൈറ്റ് ചെയ്യുന്നതാക്കി. അങ്ങനെ കുറെ ഡിസ്റ്റോർഷൻ ഒക്കെ കാണുന്നുണ്ട്. ഈ റിമൂവ് ചെയ്ത BBC തന്നെ വാർത്തകളിൽ അവർ തന്നെ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് 1500 തവണയാണ് അവർ വയലേറ്റ് ചെയ്യുന്നുള്ളത്. ഒരു ഇൻഡിപെൻഡന്റ് എന്താണ് ഗ്രൂപ്പ് ഓഫ് ലോയേഴ്സ് കൂടി നടത്തിയ ഒരു പഠനമാണ്. അതായത് അവരുടെ തന്നെ സ്റ്റാൻഡേർഡ് അവർ തന്നെ വയലേറ്റ് ചെയ്യാണ്. പക്ഷെ പിന്നീട് അവരുടെ ഉള്ളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ഈ BBC ഒരുപാട് പറയാനുണ്ട്. BBC ഇപ്പം ഈ അൽ ഹൈലി ഹോസ്പിറ്റലിൽ ബോംബിട്ട് 500 ആൾ, അത് BBC മാത്രമല്ല മറ്റ് മീഡിയകളൊക്കെ. അൽ ജസീറയായിരുന്നു അതിന്റെ തുടക്കം. അൽ ജസീറ അതിൽ ഒരു തമാശയാണ്. നമ്മളുടെ അവിടെ ഈ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറയുന്ന വിഷയം ഉണ്ടായിരുന്ന സമയത്ത് അത് ഇവിടെ വലിയ ഒരു ചർച്ചയായ സംഗതിയാണ്. സത്യത്തിൽ ആ സംഗതിയുടെ ഇൻവെസ്റ്റിഗേഷൻ പിന്നീട് നടക്കുകയും അതൊരു സെക്കൻഡറി എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നമായിരുന്നു എന്നും ആ എക്സ്പ്ലോഷന് കാരണം വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയപ്പോൾ അതിനകത്ത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പോസ്റ്റിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ് ആയുധശേഖരം. അപ്പൊ ഹമാസ് ഹ്യൂമൻ ഷീൽഡ്സിനെ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ റാഫ പോസ്റ്റിൽ ആയുധം ശേഖരിക്കുകയും അവിടെ തീപിടുത്തം ഉണ്ടായിട്ടാണ് രണ്ടാമത്തെ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നതും എന്നിട്ട് കൂടുതൽ ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടായത് എന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇവിടെ ഒരു പത്രവും പറഞ്ഞിട്ടില്ല. കാരണം അത് പറഞ്ഞാൽ ആദ്യത്തെ നറേറ്റീവ് പൊളിയും. കാരണം ആദ്യത്തെ നറേറ്റീവ് എന്താണ്? ഇസ്രായേൽ കൊന്നു എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതേപോലെ മറ്റു പലതും ഈ അൽ അഹ്ലി ഹോസ്പിറ്റൽ, അതുപോലെ മറ്റൊരു ഹോസ്പിറ്റലും ഇതേപോലെ ഉണ്ടായി 500 പേര് മരിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. അത് എന്നിട്ട് ഇവരുടെ തന്നെ ഇവരുടെ ടെലിഫോണിക് കോൺവെർസേഷൻ അത് ലീക്ക് ആവുകയും അവരാ സംഗതി നമ്മളുടെ തന്നെ മിസൈല് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ടായ ഫയറാണ് എന്ന് വന്നപ്പോൾ 500 പേര് എന്നുള്ളത് 150 പേരായിട്ട് കുറഞ്ഞു. അതിലും കുറഞ്ഞു. ഇപ്പൊ മരിച്ചിട്ടേ ഇല്ലാന്നായിരിക്കും ഇപ്പോൾ പറയുന്നത്. ഇതാണ് അവസ്ഥ ഉണ്ടായത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഈ ഒരു സംഗതി, ഈ ഒരു പ്രൊപ്പഗൻഡ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പത്രങ്ങൾ അതിനകത്ത് പെട്ടുപോകുന്നതാണോ അതോ മനഃപൂർവ്വമാണോ എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇന്ന് ലോകത്തിൽ ഈ ലിബറൽ വേൾഡ് ഓർഡർ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പം ലിബറൽ വേൾഡ് ഓർഡറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആക്ച്വലി മാധ്യമങ്ങളിൽ കാണുന്നത്. പ്രധാന ഇപ്പം ന്യൂയോർക്ക് ടൈംസ് ആയാലും BBC ആയാലും വാഷിങ്ടൺ പോസ്റ്റ്, ഗാർഡിയൻ പത്രങ്ങളൊക്കെ ഇതിലൊക്കെ, അതായത് നമ്മുടെ ഈ ലിബറലിസത്തിൻ്റെ ഏറ്റവും ഇത് എന്താണ് വളരെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ടോളറൻസ് ആണ്, കമ്പാഷൻ. ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇതിനെതിരെയുള്ള എന്താണ് ഈ, അതായത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എംപതി എടുക്കുക. എംപതി എന്നുള്ളൊരു ഒരു 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 സംഭവം, ഒരാൾക്ക് തീരെ എംപതി ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും? സൈക്കോപാത്തായിരിക്കും അല്ലേ? അങ്ങനെ ഒന്നും ഒരു ഫീലും ചെയ്തില്ല. അതേസമയം കൂടുതൽ എംപതി ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇന്ന് ഈ ലിബറൽ വേൾഡിൽ നടക്കുന്ന ഒരു സംബന്ധിച്ച് എംപതിന്റെ ഹയസ്റ്റ് ലെവലാണ്. സൂയിസൈഡൽ എംപതി. അപ്പൊ അതായത് നിങ്ങളെ തകർക്കാൻ വരുന്ന മൂല്യങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ, സെറ്റ് ഓഫ് ബിലീഫ്സിനൊക്കെ നമ്മൾ അതിനോട് സിമ്പതൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഈ ലിബറൽ ലോകത്ത് നമ്മൾ കാണുന്നത്. ഇപ്പം യൂറോപ്പൊക്കെ ഏതാണ്ട് ഒരു യൂറോപ്പ് ഹാസ് ഓൾറെഡി കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ഇനി എന്താണ് അവരുടെ ഒരു സിവിലൈസേഷനിൽ വളരെ ടയേർഡാണെന്ന് പറയാം യൂറോപ്പ്. ഒരു പക്ഷേ വെസ്റ്റേൺ ലിബറൽ ഓർഡറിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന അമേരിക്കക്കാർക്കെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ ഒരു പക്ഷേ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഒരു എന്താണ് സാന്നിധ്യം കൊണ്ടാണോ എന്നറിയില്ല. കാരണം നിങ്ങൾക്കൊരു ഒന്നിനോട് ഫൈറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം. ലിബറലിസത്തിന് ഫൈറ്റ് ചെയ്യുന്നതാണുള്ളത്. വാട്ട് ഈസ് ദ വാല്യൂ? ഇപ്പൊ ടോളറൻസ്, ഫ്രീ സ്പീച്ച്, സംതിങ്. ഇപ്പം റിലീജിയൻ ആകുമ്പോൾ അങ്ങനെ ഒരു പവർഫുൾ മോട്ടീവാണ് നമുക്കൊരു ഫൈറ്റ് ചെയ്യാനുള്ളത്. അതായിരിക്കാം ഒരു പക്ഷേ ഇന്ന് അവിടെ ഈ റിലീജിയസ് ക്രിസ്ത്യൻ ഇതൊക്കെ കുറച്ചുകൂടി നാഷണലിസം ആവുന്നുണ്ടല്ലോ. നാഷണലിസം ഉണ്ട്. ഒരു റിവൈവലിന്റെ ഭാഗമായിട്ട് ആണെന്ന് പറയാം. അപ്പം ഈ സിമ്പതി, എംപതി എന്നുള്ള ഹൈ ലെവലിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ലിബറൽ ലോകത്ത് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ മാധ്യമങ്ങളാണ്. അതല്ല ബോധപൂർവം ഇവരിതൊക്കെ പിന്നെ ഇങ്ങനെയായിട്ട് ചെയ്യുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ബോധപൂർവമായിട്ടൊരു പ്ലാൻ ആണെന്നും കരുതാൻ പറ്റില്ല. പക്ഷെ
അങ്ങനെയാണ്. നമ്മുടെ ഒരു മൈൻഡ് വൈറസ് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇവിടെ പൊതുവെ പറയുന്ന ഒരു സംഗതിയാണ് ഇത് സ്റ്റേറ്റ് ക്യാപ്ചർ ഓഫ് മീഡിയ. ഇതാണ് എപ്പോഴും പറയാറുള്ളത്. മാധ്യമങ്ങളെ ഭരണകൂടങ്ങൾ വിലക്കെടുക്കുന്നു എന്നുള്ളൊരു ആരോപണം പറയാറുണ്ട്. അപ്പോൾ അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് മാധ്യമങ്ങൾ പറയുന്ന വാർത്തകൾ ഇത് BJP-യുടെയാണ്, ഇത് ഇപ്പം മൗദൂദി ചാനൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അത് അവരുടെ മൗത്ത് പീസ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ, ഇപ്പോൾ താങ്കളാണെങ്കിലും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു, അതൊക്കെ നമ്മൾ പറയുന്നത്. ഞാൻ മാധ്യമ പ്രവർത്തകനൊന്നുമല്ല, പക്ഷെ നിങ്ങൾ പ്രൊഫഷണൽസ് ആണ്. അങ്ങനെയുള്ള പല ആളുകളും നമ്മൾ കാണുമ്പോൾ അവരും ഇത് ഒരു വൺ സൈഡഡ് ആയിട്ട് ചെയ്യുന്ന കാണുമ്പോൾ സത്യത്തിൽ ഈ മീഡിയ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു സംഗതി അതൊരു മിത്താണോ സത്യത്തിൽ? അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസേഴ്സും എന്തുകൊണ്ടാണ് വൺ സൈഡഡ് ആയിട്ട് മാറുന്നുണ്ടാവുക? ഈ സ്റ്റേറ്റ് ക്യാപ്ചർ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് സ്റ്റേറ്റ് ഈ മീഡിയ നമ്മൾ മീഡിയ എന്ന് സംസാരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും പാർട്ടി നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളൊന്നുമല്ല. സ്വതന്ത്ര മാധ്യമം എന്നുള്ള രീതിയിൽ നമ്മൾ അൽ ജസീറ എന്ന് പറയുന്നത് ഖത്തർ ഫണ്ടഡ് ആണ്. അൽ ജസീറ മാത്രമാണ് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എന്താണ് ബിസിനസ് മോഡലാണ് അവരുടെ. കാരണം അവർക്ക് ഒരു രീതിയിലും പേടിക്കേണ്ടാത്ത ഒരു സംഭവം വെച്ചാൽ കോസ്റ്റ് കട്ടിംഗ് ആണ്. കാരണം ലോകത്തുള്ള ഇപ്പൊ ന്യൂയോർക്ക് ടൈംസ് ആയാലും പിന്നെ BBC ആയാലൊക്കെ എല്ലാ വർഷവും അവർക്ക് കോസ്റ്റ് കട്ട് ചെയ്യേണ്ടി വരും. കാരണം റവന്യൂ കുറയുന്നു. എന്നാൽ അൽ ജസീറക്ക് അത് ഭയക്കേണ്ട ആവശ്യമില്ല. അൽ ജസീറയുടെ പിന്നെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 18 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് യൂട്യൂബ് ചാനലുള്ളത്. അതായത് BBC-യോടും CNN-നോടും അടുത്തെത്തിയിരിക്കുന്നു. BBC-ക്ക് 19.5 ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ CNN 19.7 ദശലക്ഷമാണ്. ഫോക്സ് ന്യൂസിന് ഏതാണ്ട് 15 ലക്ഷമാണ്. ഈ അൽ ജസീറയുടെ കാര്യം, അൽ ജസീറക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ പ്രോപ്പഗാൻഡയാണോ ന്യൂസാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം അതിൽ അൽ ജസീറയെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പഗാൻഡയാണ്. കാരണം അവർക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ട്. അത് പ്ലാനിന് അവർക്ക് ബിസിനസ്സിനെ കുറിച്ച് യാതൊരു കൺസേൺ ആവശ്യമില്ല. കാരണം അവരുടെ ഫണ്ട് ബാങ്ക് റോൾ ചെയ്യുന്നത് ഖത്തർ ഗവൺമെന്റാണ്. അപ്പോൾ അവർക്ക് ഒരു തമാശ ഉണ്ട്. അതായത് ഒരു പിന്നെ എന്താണ് ഇവരുടെ ദോഹയിലെ അൽ ജസീറയുടെ ദോഹ ഓഫീസിലെ ക്യാൻറ്റീൻ്റെ ചെലവ് ഉണ്ടല്ലോ, അത് പിന്നെ എന്താ പറയുക ജെറൂസലം പോസ്റ്റിന്റെ ഒരു കൊല്ലത്തെ ബജറ്റിനേക്കാളും ഭയങ്കര കൂട്ടിയിരിക്കും. ഒരു തമാശയായിട്ട് പറയുന്നത്. അത്രയും അവർക്ക് ഒരു രീതിയിലും ഫണ്ടിനെ കുറിച്ച് കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഓൾറെഡി വേൾഡിലെ എന്താ പറയണ്ടേ 18 ലക്ഷം വെസ്റ്റേൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒന്ന് ആലോചിക്കണം. കാണുന്നത് അമേരിക്കയിലും യൂറോപ്പിൽ, പ്രധാനമായിട്ട് അമേരിക്കയിലുള്ള സബ്സ്ക്രൈബേഴ്സ്, അവർക്ക് ഇത് കാണുന്നു അൽ ജസീറ TV. അൽ ജസീറ മാത്രമാണോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട്? അൽ ജസീറ ചൈനീസ് പത്രങ്ങൾക്ക് ചൈനീസ് അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫുട് പ്രിന്റ്, ഒരു ഗ്ലോബൽ ഫുട് പ്രിന്റ് ഉള്ളത് വളരെ കുറവാണ്. അത്ര തുർക്കിയിൽ നിന്ന് വരുന്ന TRT അവർക്കും അത്ര ഒരു എന്താണ് നമ്മളൊരു ഗ്ലോബൽ ലെവലിലെ ആ റീച്ചൊന്നും എത്താനായിട്ടില്ല. ബോധപൂർവമില്ല. ഇല്ല. പക്ഷെ താങ്കൾ പറയുന്നത് ഈ അൽ ജസീറയ്ക്ക് ബോധപൂർവമായിട്ട് അവർക്ക് അങ്ങനെയാണ്. അവരല്ല ഇപ്പൊ അവരുടെ ഈ ഗാസ യുദ്ധത്തിന്റെ സമയത്തുള്ള അവരുടെ കവറേജ് നോക്കിയാൽ മതി. അവരുടെ എഡിറ്റോറിയൽ യൂണിറ്റ് തകർന്നപ്പോ അറിയോ? തകർന്നത് ഇപ്പോഴത്തെ ഇറാൻ യുദ്ധത്തിലാണ്. ഇറാൻ യുദ്ധത്തിൽ അവരുടെ ആ ഇത് തകർന്നു. കാരണം അവർ തള്ളി പറയേണ്ടി വന്നു. അവർക്ക് തള്ളി പറഞ്ഞ അവരുടെ ഇംഗ്ലീഷ് ചാനലില് ഒരു രീതിയിലുള്ള എഡിറ്റോറിയൽ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ അതായത് ഒരു ഇറാൻ അനുകൂലമായിരിക്കും. എന്നാൽ അവരുടെ അറബിക് വേർഷനിൽ പിന്നെ എന്താണ് ഖത്തറിന് അനുകൂലം അല്ലെങ്കിൽ ഗൾഫ് അനുകൂലമായിട്ടുള്ള രീതിയിലാണ്. അപ്പം അവരുടെ ഈ അൽ ജസീറയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ അൽ ജസീറയാണ് ഗ്ലോബൽ മീഡിയയുടെ അജണ്ട സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ സത്യത്തിൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് ഡെമോക്രസിയുടെ 4 പ്രധാന തൂണുകൾ പറയുമ്പോൾ അതിലൊന്നാണ് മീഡിയ എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു സാധനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജിഹാദാണ് ഈ പറയുന്ന അൽ ജസീറ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയ ജിഹാദ്. പലതരം ജിഹാദ് ഉണ്ടല്ലോ. ഇപ്പം അവരുടെ ആ ജിഹാദിൽ അവർ കുറേ ജയിച്ചു. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പം ഗ്ലോബലി നമ്മളിപ്പം ജനസൈഡ് എന്നുള്ള വാക്കെടുക്കുക. ജനസൈഡ് എന്നുള്ളത് ഇപ്പം ഗാസ യുദ്ധത്തിന്റെ സമയത്ത് അത് എത്രമാത്രം വ്യാപകമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പൊതുവിൽ എന്താണ് ജനസൈഡ് എന്നുള്ള അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, ആ ഇൻറ്റൻഷൻ ഉണ്ടാവണം.
ഇപ്പൊ ജനസൈഡ് എന്നുള്ള വാക്ക് ഇപ്പം വളരെ വ്യാപകമായിട്ട് കൾച്ചറൽ ജനസൈഡ്, ലിംഗ്വിസ്റ്റിക് ജനസൈഡ്, എന്തിനും ജനസൈഡ് ഉപയോഗിക്കാന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ളതിന് ഒരു ആക്സെപ്റ്റബിലിറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന, അങ്ങനെ ഒരു ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം ഒരു പക്ഷേ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് യെസ് അത് മറ്റൊരു അതുപോലെ തന്നെ വളരെ അൺക്രിട്ടിക്കലി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു എന്താണ് വാക്കാണ് ഈ ഇസ്ലാമോഫോബിയ. ഓക്കെ, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ഒരു വാക്കുണ്ട് കമ്പാഷൻ. ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന സംഗതി എന്ന് പറയും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് സംസാരിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ നൈജീരിയ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അപ്ഗ്രേഡാണ് എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 2-3 പതാകകൾ കൂടി എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത്. അല്ല, ഒന്ന് നൈജീരിയയുടെ പതാകയാണ്. സുഡാൻ്റെയും സൗത്ത് സുഡാൻ്റെയൊക്കെ പതാക തപ്പിയിട്ട് കിട്ടിയില്ല. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് തരണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി കണ്ടതാണ്, ഒരു 19 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. അതിന് ഒരാഴ്ച മുന്നേ 36ഓളം പേരെയാണ് ഈ ബോക്കോ ഹറാമിൻ്റെ ആളുകൾ വന്ന് കൊന്നു തള്ളുന്നത്. ക്രിസ്ത്യൻ ജനോസൈഡ് എന്ന് UN പോലും അവിടെ അതായത് ജനോസൈഡ് എന്ന് വിളിക്കുന്നു, പക്ഷെ ക്രിസ്ത്യൻ ജനോസൈഡാണ് അവിടെ നടക്കുന്നത് എന്ന് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റത്തിലുള്ള ആളുകളൊന്നും ഇപ്പോഴും അത് പരാമർശിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ വൈ ഈ കമ്പാഷൻ എന്ന് പറയുന്നത് വൺ സൈഡഡ് ആകുന്നു പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം? എന്തുകൊണ്ട് കമ്പാഷൻ ആണ് ഇതിൻ്റെ പ്രധാന ഒരു പിവറ്റൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് മനുഷ്യർ കൊല്ലപ്പെടുന്ന മറ്റു വിഷയങ്ങളെ സമാനമായ ഒരു ഗ്രാവിറ്റിയോട് കൂടി കാണാൻ സാധിക്കാത്തത് പത്രങ്ങൾക്ക്? അതിനൊറ്റ വാക്കിൽ പറഞ്ഞാൽ അതിൽ ഈ മതം ഇൻവോൾവ് ആണെന്നുള്ളതാണ്. ഏത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ ഇസ്രായേൽ പാലസ്റ്റൈൻ ഇഷ്യൂല് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്തൊരു ആസ്പെക്റ്റ് അതാണ്. പിന്നെ ഈ റീജിയൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഈ അതിൽ ഹിസ്റ്ററി വരുന്നുണ്ട്, അതിൽ റിലിജ്യൻ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് തോന്നുന്നു ഈ സാമ്രാജ്യത്വം അതെ ജിയോ പൊളിറ്റിക്സ് അതിൻ്റെ ഭാഗമാണ്. കാരണം ഇത് ഈ മേഖല വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഈ പാലസ്റ്റൈൻ അല്ലെങ്കിൽ ആ റീജിയൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും 10-11 നൂറ്റാണ്ടിന് ശേഷം എന്താണ് സിവിലൈസേഷന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പൊ അത് നിയന്ത്രിക്കാനുള്ള ഒരു ഇതിന്റെ ആംബിഷന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മറ്റും ഇപ്പൊ സുഡാനിലോ നൈജീരിയയിലോ ഉള്ള ക്രിസ്ത്യൻ ജനസൈഡ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക എന്ന് പറയാം മീന റീജിയനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 വർഷം മുമ്പ് 20% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അതായത് പോപ്പുലേഷൻ്റെ 20% ക്രിസ്ത്യൻ ഉണ്ടായിരുന്നത് ഇത് 100 വർഷം മുമ്പ്. ഇന്ന് 3-4 ആണ് അവിടുത്തെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ളത്. ഉദാഹരണം എടുക്കാം, ഇപ്പം ലെബനൻ എടുക്കാം. ലെബനൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ രാജ്യമാണ്. അവിടെ ഇന്ന് 68% പോപ്പുലേഷൻ, ഡെമോഗ്രാഫിക് ചേഞ്ചാണ് പറയുന്നത്. 68% എന്താണ് മുസ്ലിം പോപ്പുലേഷനാണ്, 28% ക്രിസ്ത്യൻ പോപ്പുലേഷൻ. സിറിയ എന്ന് പറയുന്നത് ഇസ്ലാമിക അധിനിവേശം നടക്കുന്നത്, ഇസ്ലാമിൻ്റെ അധിനിവേശമാണല്ലോ. ഈ ഇസ്ലാമിക അധിനിവേശം നടക്കുന്നതിന് മുമ്പ് സിറിയ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ലാൻഡാണ്. അപ്പം യഥാർത്ഥത്തിൽ ഒരു എത്നിക് ക്ലെൻസിങ് അല്ലെങ്കിൽ പിന്നെ ജനസൈഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നടക്കുന്നത് ഇതാണ്. അപ്പൊ ആക്ച്വലി നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ എന്താണ് അതിന് അവർക്കെതിരെയുള്ള ആരോപണമാക്കി മാറ്റുകയാണ്. ഇപ്പൊ ഇസ്രായേലിനോട് ജനസൈഡ് എന്നത്. ഇസ്രായേലിൽ ജനസൈഡ് വെച്ചാൽ ഇസ്രായേൽ ഉണ്ടാകുന്ന 1948 1948 ഗാസയിലും അന്നത്തെ പാലസ്റ്റൈൻ മാൻഡേറ്റ് പാലസ്റ്റൈനിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.3 മില്യൺ അറബ്സാണ്. 1.3 മില്യൺ അറബ്സാണ്. ഇന്ന് ഗാസയിലും, ഇത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള മുസ്ലിം പോപ്പുലേഷൻ 5.49 മില്യണാണ്. എന്നുവെച്ചാൽ ഒരു ജനസൈഡ് നടന്നു. ഇനി അത് പോട്ടെ, ഇസ്രായേലിൽ തന്നെ അകത്തുള്ള ഉണ്ടായിരുന്ന അറബികൾ 1,56,000 അറബികളാണെന്നുണ്ടായിരുന്നത് 48. ഇന്ന് ഇസ്രായേലിന് മാത്രം 20% ആണ്. അതായത് 2 മില്യൺ മുസ്ലിങ്ങളാണ്. ഇപ്പം ആരിഫ് അവിടെ ഇസ്രായേൽ സന്ദർശിച്ചാണ്. 2 മില്യൺ മുസ്ലിങ്ങളുണ്ട്. അതായത് പോപ്പുലേഷൻ്റെ 20%. ഇതെങ്ങനെയാണ് ജനസൈഡ് ആവുന്നത്? ഇത് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഗാസയിലൊക്കെ അറബ്സിന്റെ പോപ്പുലേഷൻ ഡെമോഗ്രാഫിക് വർദ്ധിക്കുകയാണ് ചെയ്തത്.
ജനസൈഡ് ആണെങ്കിൽ അപ്പോൾ അൺക്രിട്ടിക്കലി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു 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 മീഡിയ ഇക്കോ സിസ്റ്റമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും അങ്ങ് വിഴുങ്ങിയാണ്. അല്ലാതെ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഇസ്രായേൽ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ടെക്നോളജി, AI ടെക്നോളജി, ഇറിഗേഷൻ ടെക്നോളജി ഇതൊക്കെ പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എന്താണ് അലമ്പായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടീസ് കാണിക്കാത്ത രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃത്യം ഈ ജനോസൈഡ് നടത്തുന്നതിലായിരിക്കും. ബാഡ് ജനോസൈഡ്. അതെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറയുമ്പോ ഇപ്പൊ പറഞ്ഞത് വരുമ്പോ പത്രപ്രവർത്തകർ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഇവരിതിന് ഭാഗമാകുന്നു എന്ന് വരുന്നിടത്ത് ഇറ്റ്സ് ജസ്റ്റ് അനദർ ഒരു പ്രൊപ്പഗൻഡ വിത്ത് എ പ്രസ് കാർഡ് എന്നുള്ളൊരു ലെവലിൽ തന്നെയല്ലേ ഇത് വന്ന് നിൽക്കുന്നത്. അവർ തിരിച്ചറിയേണ്ടതല്ലേ? അതായത് പ്രൊപ്പഗാൻഡയുടെ ഭാഗം, പ്രൊപ്പഗാൻഡ വേറെ ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? അതെ, പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്ന ആരൊക്കെയാണ്? ഇപ്പൊ ന്യൂയോർക്ക് ടൈംസിൽ ഇങ്ങനെ ഒരു സാധനം ഒപ്പീനിയൻ പീസ് പ്ലാൻ ചെയ്യപ്പെടുകയാണ്. ആ പ്ലാൻ ചെയ്തത് അവർ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞ പത്രം വളരെ ബോധപൂർവ്വം ഒരു ഇവരെ ഒന്നും ഇതാക്കണം എന്നല്ല, പക്ഷെ അത് പ്ലാൻ ചെയ്യപ്പെടുന്നു. അത് വിശ്വസിക്കാൻ മാത്രമുള്ള ഒരു ഇമോഷണൽ ഒരു ഇത്, അല്ലാതെ ഒരു നമ്മളിപ്പം പിന്നെ പത്രപ്രവർത്തനമായാലും മെഡിക്കൽ ഫീൽഡായാലും ജുഡീഷ്യൽ സിസ്റ്റം അതിലൊക്കെ ട്രൂത്ത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഇമോഷൻസിനല്ല ഇമ്പോർട്ടൻസ്. പക്ഷെ ഇന്നിപ്പോൾ പത്രത്തിലൊക്കെ കാണുന്ന വെച്ചാൽ ഇമോഷൻസിനെ അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ള, അതുകൊണ്ടാണ് ഇപ്പം ഗാസയിലെ കുഞ്ഞുങ്ങൾ, അതായത് പിന്നെ അവിടെ ഫാമിൻ, അവിടെ സ്റ്റാർവേഷൻ കൊണ്ട് മെലിഞ്ഞു ഉണങ്ങിയ, അത് ന്യൂയോർക്ക് ടൈംസിൽ ഫ്രണ്ട് പേജിൽ വരുന്ന ചിത്രമാണ്, ഫേക്ക് ചിത്രമാണ്. ആ ചിത്രം അയക്കുന്ന ആൾക്കാണ് ഇപ്പം പുലിറ്റ്സർ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ചിത്രം കൊടുത്ത ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ഒന്ന് ക്രിട്ടിക്കലായിട്ട് നോക്കുക. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞും, ഒരു രാജ്യത്ത് ഒരു ഫാമിൻ ഉണ്ടാകുമ്പോൾ ആ ഫാമിൻ റിഫ്ലക്ട് ചെയ്യുന്ന ആദ്യം അമ്മക്കായിരിക്കും. ഇത് മദറിനൊരു പ്രശ്നമില്ല, പക്ഷെ കുട്ടി മാത്രം. അതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ ഇളയ കുട്ടി താഴെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഇമോഷണലി ക്രിട്ടിക്കൽ അല്ലാതെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. വേറെ ആരുടെയൊക്കെയോ അജണ്ട ആണ്, പ്രോപ്പഗാൻഡയാണ്. പക്ഷെ അത് നമ്മൾ പത്രത്തിലേക്ക് വരുമ്പോൾ അത് ഒരു ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അത് കവർ ചെയ്യുന്നത്. ആ ചിത്രം കാണിച്ചിട്ടാണ് നമ്മളുടെ ഒരു സംവാദം നടന്നിരുന്നത്. അഭിലാഷ്, മാതൃഭൂമിയിലുണ്ടായിരുന്ന അഭിലാഷും ടോമി സെബാസ്റ്റ്യനും കൂടി നടന്ന അതില് അഭിലാഷിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വളരെ ഈ ഇമോഷൻ, എല്ലും തോലുമായ കുട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം. എല്ലും തോലുമായ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല. അവിടെ അങ്ങനെ ഒരു ഇമോഷൻ കേട്ടി പറഞ്ഞ് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെയാണ് അതിനകത്ത് ആ ചോദ്യം. അപ്പൊ അതില് പല കുട്ടികളുടെയും കാര്യം അതിനകത്ത് കണ്ടു. അതിനകത്ത് ടോമി ഒരു കുട്ടിയുടെ അച്ഛനുമായിട്ട് നടത്തിയ സംഭാഷണം പോലും അതിനകത്തുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നീട് സംസാരിച്ചപ്പോഴും കണ്ടതാണ്. അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നത്. അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട്, ആ പാരന്റ് പറയുന്നുണ്ട്, എന്റെ കുട്ടിക്ക് പട്ടിണിയല്ല, ഇവന് പ്രശ്നം ഇതല്ല, മെഡിക്കൽ കണ്ടീഷനാണ്, അവന് സീലിയാക് ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഇതാണ് അവരുടെ പ്രശ്നം. മറ്റേ കുട്ടി സെറിബ്രൽ പാൽസി ആയിരുന്നു. അപ്പൊ അസുഖബാധിതരായ കുട്ടികളെ കാണിച്ച് ആ ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം ക്രോപ്പ് ചെയ്തെടുത്തിട്ട്, ക്രോപ്പിംഗ് തെറ്റിപ്പോയാൽ പോലും പട്ടിണി മാറും, അതാണ് അവസ്ഥ. അത് അത്രയ്ക്കും അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളിലും വളരെ ഒരു മിടുക്കർ എന്ന് നമുക്ക് വിളിക്കാൻ ഇസ്രായേൽ നടത്തിയ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ഈ ജനോസൈഡ് എന്ന് പറയുന്നത്. എത്ര ജനോസൈഡ് നടത്തിയിട്ടും ആളുകളുടെ എണ്ണം കുറയുന്നില്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. നമുക്ക് ഓഡിയൻസിലേക്ക് പോകുന്നതിന് മുന്നേ അവസാനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ വെസ്റ്റേൺ സൊസൈറ്റിയുടെ ഈ ഒരു സൂയിസൈഡൽ എംപതി വരെ ഇത് എങ്ങനെ ഇതിന് വഴിവെക്കുന്നു എന്നുള്ളത് ഗട്ട്സാർഡിന്റെ. യെസ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഇന്നത്തെ ഒരു മാറിയ ഒരു ഗ്ലോബൽ സാഹചര്യം, ഏത് വാർത്തയാലും ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഇലക്ഷൻ സംബന്ധിച്ചുള്ള സംഭവം ആണെങ്കിൽ പോലും വാർത്ത എന്ന് പറയുന്ന ഒരു സംഗതിയിൽ AI ടൂൾസ്, അതുപോലെ സോഷ്യൽ മീഡിയ, ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ ഈ സർക്കസ് അധികം നാൾ ഓടുമെന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. എത്ര നാൾ ഈ സർക്കസ് ഇവിടെ കളിക്കാൻ പറ്റും? അത് നല്ല ചോദ്യമാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നത് അത് വളരെ ഡിഫിക്കൽട്ട് ടു ആൻസർ. കാരണം അതിൻ്റെ ഇപ്പം സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് നമുക്കൊക്കെ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പറ്റി. ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? പക്ഷെ അതേസമയം സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത് ഇത്തരം എന്താണ് ഫേക്ക് ന്യൂസുകളും മറ്റും. അപ്പം ഇതിന് രണ്ടിനും ഒരു എന്താണ് ഇരുത്തല്ല മൂർച്ചയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ഉപയോഗമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു അഭിപ്രായം പറയണമെങ്കിൽ നമ്മൾ ഈ ഏതെങ്കിലും മാധ്യമങ്ങളുടെ അടുത്ത് പോകണം. മാധ്യമങ്ങൾ അവരുടെ എഡിറ്റോറിയൽ പോളിസിക്ക് എതിരാണെങ്കിൽ നമ്മൾ പറയുന്നത് കൊടുക്കണമെന്നില്ല. ഇപ്പം നമുക്കൊന്നും പ്രശ്നം, നമ്മളെ കയ്യിൽ തന്നെയാണ് സ്റ്റുഡിയോവും പിന്നെ പ്രിന്റിംഗ് പ്രസ്സും എല്ലാം ഒരു കീ. പക്ഷെ എന്നാലും ഈ മാധ്യമ പ്രവർത്തനം കുറെ കൂടി ഡെമോക്രറ്റൈസ് ചെയ്യുന്നതിൽ
സോഷ്യൽ മീഡിയക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ്. ഉണ്ട്. ഇല്ല, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രി ആയതുപോലും പണ്ടായിരുന്നുണ്ടെങ്കിൽ എങ്ങനെ അത് സാധിക്കുക? ഇവിടെ പലതും മുന്നേ നടന്നിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് അത് നടക്കുന്നില്ല. ഏതൊരു വാർത്ത വന്നാലും അതിൽ ജനങ്ങൾക്ക് അഭിപ്രായം പറയാനും. അപ്പോൾ സംഗതി ശരിയാണ്, മീഡിയ വൺ പോലെയുള്ള ചാനലുകളും അവരുടേതായിട്ടുള്ള പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ടും ഇതേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആർഗ്യുമെന്റ് ആൻഡ് കൗണ്ടർ ആർഗ്യുമെന്റ് രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ സ്വാഭാവികമായിരിക്കും. അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ സ്വതന്ത്ര ചിന്തകർ എസൻസിന്റെ ഒക്കെ പ്രവൃത്തി കൊണ്ട് എങ്ങനെയാണ് ഈ ഗാസ നറേറ്റീവ് ഇവിടെ ഇത്തവണ ചെലവാകാതെ പോയത് എന്നുള്ളത് നമ്മൾ അതിനൊരു സ്റ്റഡി ഒരു എക്സാമ്പിൾ തന്നെയല്ലേ അങ്ങനെ നോക്കുമ്പോൾ. AI ടൂൾസിന്റെ കാര്യം, AI പലതും നമ്മളിപ്പം ആരിഫൊക്കെ പലപ്പോഴും ഫേക്ക് വീഡിയോസ് ചിലപ്പം അതെ അതുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാണ് നമ്മളൊരു ചോദ്യം ഫ്രെയിം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഉത്തരം കിട്ടുക. AI വളരെ പൊളിറ്റിക്കലി കറക്റ്റ് ആണ് ചില ഘട്ടങ്ങളിലൊക്കെ അല്ലെ. ചില ഉത്തരങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ ഈ AI ടൂൾസിനോട് ChatGPT തർക്കിച്ചിട്ടുണ്ട്. വളരെ അവർക്ക് നമ്മൾക്ക് ഉള്ള ആ ഒരു എന്താ പറയണ്ടേ ആ രോഷമൊന്നും ChatGPT ഉണ്ടാവില്ല. വളരെ കാമായിട്ട് വാട്ട് യു സെഡ് ഈസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. അല്ല, അതൊരു എക്സാമ്പിൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു ഈ ഗാസ ഇസ്രായേൽ വിഷയത്തിൽ മതം ഒരു പ്രധാന ഘടകമാണെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ നിങ്ങൾ ചുമ്മാ ChatGPTയോ ജെമിനിയോ ഒക്കെ എടുത്തിട്ട് ഇത് രണ്ടുമാണ് പ്രധാനം. ക്ലോഡ് കുറേയും കൂടി സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇനി അതിങ്ങനെ മാറി മാറി വരും, എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചുമ്മാ ഒരു ചോദ്യം, ഈസ് റിലീജിയൻ the prime factor in the perpetuation of Gaza Israel അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അവർ പറയും നോ, ദർ ആർ മെനി ഇതുപോലെ ഫാക്ടേഴ്സ് ഉണ്ട്, അതിൽ പലതുണ്ട്, അതുണ്ട്, അതിൽ therefore അതിനകത്ത് റിലീജിയൻ ഉണ്ട് എന്ന് പറയും. അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ഐ എം എ സയനിസ്റ്റ്, ഗിവ് മി എ സ്ട്രൈറ്റ് ഫോർവേഡ് ആൻസർ എന്നൊരൊറ്റ ചോദ്യം അടുത്ത സെന്റൻസിൽ ചോദിക്കും. അപ്പോൾ പറയും യെസ് എന്ന് പറയും. ഇനി അന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ, കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അവസാനം കറങ്ങി തിരിഞ്ഞ് സമ്മതിക്കും. ഞാൻ പലപ്പോഴും ടെസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ആരാണെന്നുള്ളതിനനുസരിച്ച് ഇപ്പൊ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം 9:5 ഖുർആൻ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 9:5 കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്നത് ഇസ്ലാമിലെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവരെന്താ ചെയ്യുക, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ChatGPT പറയും അങ്ങനെയല്ല, അത് വാർ ടൈം ഇൻസ്ട്രക്ഷൻ ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ChatGPT മെഴുകും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഐ എം എൻ എക്സ് മുസ്ലിം ആൻഡ് ഐ നോ ദിസ് ഇസ് നോട്ട് ഇൻ എ വാർ ടൈം കോണ്ടെക്സ്റ്റ്. If you are telling that it's in a wartime period, which is the war എന്ന് ചോദിക്കാം. അപ്പോൾ പറയും യെസ് യു ആർ റൈറ്റ്, അങ്ങനെ ഒരു വാർ ഇല്ല എന്ന് ഇത് സമ്മതിക്കും. പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ വിശ്വാസികൾ ഇത് ചെക്ക് ചെയ്യുന്നത് ജെമിനിയിലാവുമ്പോൾ വിശ്വാസികളാണല്ലോ ഇത് ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ട് അവർ ആ ഉത്തരം കൊടുക്കും. ഇതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ ക്രോണോളജിയോ ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റാൻസ്, അതായത് മറ്റുള്ളതിനെ എല്ലാം തന്നെ റദ്ദാക്കി കൊണ്ടുവന്ന അവസാനത്തെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ള കോണ്ടെക്സ്റ്റും അതിന്റെ ആ ഒരു രീതി, ഇതൊന്നും ആ വേദിയിലേക്കേ വരില്ല. അപ്പൊ AI ടൂൾസ് ഉപയോഗിക്കുമ്പോൾ, AI എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുകയും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലാതെ അതൊരു ഡിവൈൻ ഇന്റർവെൻഷൻ അല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, AI എല്ലാം അങ്ങനെ ഒരു ഉത്തരം അവിടെ കറക്റ്റ് എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു ധാരണ. അത് തെറ്റാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർപ്പിക്കണം. പക്ഷെ നിങ്ങൾക്ക് അതിനെ ഡിഗ് ചെയ്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അവസാനമായിട്ടൊരു കാര്യം അപ്പോഴും ഞാൻ പറയുന്നത്, എൻ്റെ ഒപ്പീനിയൻ ഈ സർക്കസ് അധികം ഓടുന്നില്ല ഇപ്പോൾ തന്നെ എന്നുള്ളതാണ്. കാരണം ഇപ്പൊ അഭിലാഷിന്റെ വിഷയം നമ്മൾ പറഞ്ഞു, ആ സംവാദം നടന്നു. അതിൽ അവർക്ക് വേണ്ടത് എന്തായിരുന്നു, അഭിലാഷിന്റെ റെട്ടറിക്കലായിട്ടുള്ള ഭാഗങ്ങൾ അവർ കട്ട് ചെയ്ത് കൊണ്ടുപോയി അല്ലെ. ഇത് സാധനം നമ്മളുടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്താ ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് നമ്മുടെ ട്രോളന്മാരാണ്. ട്രോളന്മാർക്ക് വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ സ്വതന്ത്ര മേഖലയിൽ അധികം അപ്രീഷിയേറ്റ് ചെയ്യാത്ത, പറ്റുമെങ്കിൽ നമ്മളെ പരിപാടികളിൽ കുറച്ച് ട്രോളന്മാർക്ക് വല്ല അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യണമെന്നാണ് ഞാൻ പറയുക. കാരണം എന്നെയൊക്കെ ഞാനാക്കിയത് സത്യത്തിൽ ട്രോളന്മാരാണ്. നമ്മളുടെ ഈ ചർച്ചകളിലൊക്കെ വരുന്ന സാധനം ഇവരാണ് കട്ട് ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചത്. കുറെ ആളുകളുണ്ട് ട്രോൾ കിങ്, അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ആളുകളായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്, ചുമ്മാ ഹോളി ബ്ലണ്ടേഴ്സ് എന്നൊക്കെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ കാണാം, നല്ല രീതിയിൽ ഈ പറയുന്ന സാധനങ്ങൾ കട്ട് ചെയ്ത് 2-3 മണിക്കൂറുള്ള സംവാദം ഇവര് 5 മിനിറ്റ് ആക്കിയിട്ട് തരും, അത് സാധനം പൊളിച്ച് കൈ തരും. ഇതാണ് അവരുടെ പരിപാടി. അപ്പൊ അഭിലാഷിന്റെ ടീം അപ്പുറത്ത് ഇത് കൊണ്ടുപോയി വേണ്ടപ്പെട്ട ആളുകൾ. പക്ഷെ ഈ ട്രോളന്മാർ എന്ത് ചെയ്തു, ഈ സാധനം ഇപ്പുറത്ത് എടുത്തു വെച്ചിട്ട് ഇതിനെ പൊളിച്ച് ഇപ്പുറത്തും കാണിച്ചു കൊടുത്തു. അതോടുകൂടി അത് നള്ളിഫൈ ചെയ്തു. ആ സർക്കസ് അവിടെ നിന്നില്ല, ആ ട്രപ്പീസ് കളി കമ്പി പൊട്ടി താഴെ വീണു. അതാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞ മാതിരി നോക്കുമ്പോൾ ഞാനും ഹോപ്പ്ഫുൾ ആണ് സർക്കസ് അധികം നാൾ ഓടില്ല എന്നുള്ള കാര്യത്തില്. സോഷ്യൽ മീഡിയ വന്നോട് ഈ സാമ്പ്രദായിക മാധ്യമങ്ങളുടെ ആ മൊണോപ്പൊളി എന്ന് പറയുന്നത്, അത് ഈ ഇന്റലക്ച്വൽ സ്ഫിയറിൽ അവർക്കുണ്ടായിരുന്നൊരു മൊണോപ്പൊളി ഇന്നില്ല.
അതൊരു വാസ്തവമാണ്. അർത്ഥത്തിൽ ഡെമോക്രസിയെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കൂടുതലായിട്ട് എല്ലാ ആളുകൾക്കും അഭിപ്രായമുണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് പോളറൈസേഷൻ നടക്കുന്നു. ഇപ്പൊ ഫാമിലിയിൽ വരെ പോളറൈസേഷൻ ആണ്. ഫാമിലിയിൽ വരെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത, രാഷ്ട്രീയം പറയാൻ പറ്റില്ല, കാരണം സ്പൗസ് വേറെ രാഷ്ട്രീയമായിരിക്കും. അത്ര എന്താണ് രൂക്ഷമായ തീക്ഷ്ണമായ രീതിയിലുള്ള ഒരു പോളറൈസേഷൻ. എല്ലാ ആളുടെ കയ്യിലും സാധനമുണ്ട്, എല്ലാ ആളുകൾക്കും അഭിപ്രായമുണ്ട് ഓരോന്നിനെ കുറിച്ചും ഓരോ വിഷയത്തെ കുറിച്ചും. അങ്ങനെ ഒരു അല്ല, ഇത് വളരെ ശരിയാണ്. എന്നോട് ഒരാൾ വിളിച്ചപ്പോ പറഞ്ഞത്, പുള്ളി ഡേറ്റിങ്ങിന് പോയി, യൂറോപ്പിലാണ് ഡേറ്റിങ്ങിന് പോയി, സംസാരിക്കാൻ വേണ്ടി ഒരു വിഷയം തെരഞ്ഞെടുത്ത് ഇസ്രായേൽ പാലസ്തീൻ വിഷയമായിരുന്നു. അന്ന് തന്നെ പൊളിഞ്ഞു. അപ്പൊ ആളുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റിങ്ങിനൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും ഇസ്രായേൽ പാലസ്തീൻ വിഷയമൊന്നും എടുക്കാതിരിക്കുക എന്നാണ് പറയാം. അതൊരു ഇതേപോലെയുള്ള കുടുംബ ബന്ധങ്ങൾ വരെ തകർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ഈ ആഗോള വിഷയങ്ങൾ നല്ലോണം പ്രതിപാദിക്കുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ. നമുക്ക് ഓരോന്ന് നോക്കാം, ക്വിക്കായിട്ട് നോക്കാം. ഒരു 10-15 മിനിറ്റ്സ് ഉണ്ട്. നസീർ സാറിനോടാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചതിന് യുറേനിയം എൻറിച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാരണങ്ങൾക്ക് ഉപരി മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇറാൻ ആക്രമണത്തിൽ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ അനുകൂലിക്കുന്നുണ്ട്. ഓക്കെ. കാരണം വെച്ചാൽ ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, കാരണം ഇറാനിലെ ഷിയ ഭരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഷിയ അവരത് ഉപയോഗിക്കും എന്നുള്ളത് അവരുടെ ഇന്റൻഷനാണ്. കാരണം അവരുടെ 1979 ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടായത് മുതൽ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ ആണ്. നിങ്ങൾ ഒരാളെ കൊല്ലുമെന്ന് അത് പലസ്തീൻ സ്ക്വയറിലാണ്. ഇതിപ്പോ നമ്മളെ ഒരാള് ഡെയിലി വന്നിട്ട് ഇങ്ങനെ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞാൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കാൻ വേണം. അപ്പൊ അവരത് ഉപയോഗിക്കും. കാരണം അവർക്ക് അങ്ങനെ ഒരു തിയോളജിക്കൽ ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. ഈ പ്രദേശീയ വിഭാഗം ഷിയ മിലീഷ്യ കർമാത്തിയൻസ് നമ്മളുടെ 1800s ആ ഒരു സമയത്ത് നമ്മളുടെ കാബ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തി. അവിടുന്ന് ഈ മക്കയിലെ ബ്ലാക്ക് സ്റ്റോൺ കട്ടുകൊണ്ട് പോയിട്ട് 10-12 വർഷമോ 13 വർഷമോ അത് ഒരു ടോയ്ലറ്റിലായിരുന്നു അത് സൂക്ഷിച്ചിരുന്നത്. അത് പിന്നീട് ഇവര് പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇന്ന് കാണുന്ന ആ സംഗതി അവിടെ ഇരിക്കുന്നതും. ഇന്ന് നാട്ടുകാർ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചു പോയിട്ട് അതുമ്പോൾ പോയി ഉമ്മ വെക്കണതും. കുറെ കാലം കക്കൂസിൽ കിടന്ന സാധനമാണ്, പച്ചയ്ക്ക് പോകുന്നത്. അങ്ങനെ തന്നെയാണ് അതിൽ കർമാത്തിയൻസ്. അത് ഒരു ഷിയ മിലീഷ്യ ആയിരുന്നു. അപ്പോൾ അറബ് വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അറ്റാക്ക് ഇറാൻ, അവർ പറയുന്നുണ്ട്, ചില ഇന്റർവ്യൂസ് തന്നെ വന്നു, ഹു ഈസ് എ ബിഗ്ഗസ്റ്റ് എനിമി എന്ന് ചോദിക്കുമ്പോൾ, ഈസ് ഇറ്റ് ഇസ്രായേൽ ഓർ ഇറാൻ എന്ന് ചോദിക്കുമ്പോൾ അറബികൾ പോലും പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇസ്രായേൽ. അവർ ഞങ്ങളെ തേടി ഒരു മിസൈൽ പോലും അയച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഇറാൻ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ മിസൈൽസ് വിട്ടത് ഇസ്രായേലിലേക്കല്ല, അത് UAE-ലേക്കാണ് എന്നുള്ളതും കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് പറയാം. യെസ്, ഇത് ചോദിച്ചത് ജിതിനാണ്, താങ്ക്സ്. ഇനി സനോഷ് ചോദിച്ച ഒരു ചോദ്യമാണ്. October 7 ഭീകരാക്രമണം ഇസ്രായേലിൽ ഹമാസ് നടത്തിയപ്പോൾ സാധാരണക്കാരെ കൊന്നത് മിഠായി കൊടുത്ത് ആഘോഷിക്കുന്ന ഗാസൻ ജനതയാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഈ ഇന്നസെന്റ് ഗാസൻസ് എന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യം ആണോ? അവിടെ ഉള്ളതിനൊരു വിഭാഗം ഇപ്പോഴും ഹമാസിനെ അനുകൂലിക്കുന്നത് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. സനോഷാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ചോദ്യമാണ്. ക്വിക്കായിട്ട് നമുക്ക് പറയാം, നമ്മളിവിടെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഇപ്പം കുറെ ചേഞ്ച് ചെയ്ത് വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം റീസെന്റ്ലി നടന്ന സർവേ ഒക്കെ അവർക്ക് ഹമാസിനോടൊരു മടുപ്പ് വന്ന് തുടങ്ങിയെന്ന്, അവർക്ക് പൂർണ്ണമായി ഹമാസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. കോർട്ടിൽ കേസ് വരെ കൊടുക്കാൻ ഇപ്പം ICC-യിൽ കേസ് വന്നു. അപ്പം ഒരു മാറ്റം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഗാസൻസ് ഇന്നസെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നസെന്റ് ഒക്കെ തന്നെയാണെന്നാണ് ഞാൻ പറയാം. പക്ഷെ ഹമാസിനെ ഭയന്നുകൊണ്ടും ഹമാസിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എല്ലാ നാട്ടിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പോലുള്ള ആളുകൾ അവിടെയുണ്ട്. അവരുടെ ചെയ്തികൾ അവര് ഇതെന്താ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അവർ തന്നെ പബ്ലിസൈസ് ചെയ്തതാണ്. ഇന്നാണ് അത് അവർക്ക് വിനയായിട്ട് മാറിയത്, നമുക്കിത് പറയാനുള്ള അവസരമായത്. അപ്പോൾ നമ്മളൊരു കളക്റ്റീവ് പണിഷ്മെന്റിന് നമ്മൾ അനുകൂലിക്കുന്നില്ല. പക്ഷെ ഒരു സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് മറുപടികൾ ഉണ്ടാകുന്ന സമയത്ത് അത് നേരിടേണ്ടി വരിക ആ ആളുകൾ മാത്രമായിരിക്കില്ല എന്നുള്ളത് അത് വാർ ടൈം യാഥാർത്ഥ്യമാണ്. ഒരു യുദ്ധം തുടങ്ങി വെച്ചാൽ അതിന്റെ ഒരു കൊളാറ്ററൽ ഇഷ്യൂ, പ്രത്യേകിച്ച് ഇത് ഹോസ്റ്റേജ് ക്രൈസിസ് ആയിരുന്നു ഇത് കണ്ടിരുന്നത്. വെറുതെ ഒരു യുദ്ധമല്ല. 200ഓളം ആളുകളെ പിടിച്ചുകൊണ്ട് വെച്ച് അവരുടെ ക്യാപ്റ്റിവിറ്റിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. ആ സമയത്ത്
ഈ യുദ്ധം അനിവാര്യമായിരുന്നു എന്ന് വരുന്നിടത്ത് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണോ നമുക്ക് അനിവാര്യമായത് എന്ന് പറഞ്ഞ പോലെ അതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ രീതിയിൽ ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന് ഇരകളാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് ഈ ഹമാസ് തന്നെയാണെന്നാണ് നമ്മൾ പറയാം. ഹ്യൂമൻ ഷീൽഡ്സ് എന്ന് പറയുന്ന വിഷയം. അടുത്തൊരു ചോദ്യം, ആഗോള മാധ്യമങ്ങൾ ഇസ്ലാമിക അതിക്രമങ്ങളെ ചർച്ചയാക്കുന്നില്ല എന്ന് പറയുമ്പോൾ താങ്കളടക്കമുള്ള സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ഇസ്ലാമിനോടുള്ള ഭയം യാതൊരു എഡിറ്റിംഗ് ഇല്ലാതെ സമൂഹത്തിലേക്ക് തുറന്നു വിടുകയല്ലേ ചെയ്യുന്നത്? ഇസ്ലാമിനോടുള്ള ഭയം, അതിന്റെ ഭാഗമായി നിരവധി ഹിന്ദുത്വ ചാനലുകളിൽ താങ്കളുടെ സംഭാഷണങ്ങൾ പ്രചരിക്കപ്പെടുന്നത് ഒരു സമുദായത്തിന്റെ അതിജീവനത്തിന് ഭീഷണിയാവുകയല്ലേ ചെയ്യുന്നത്? ഇത് ഞാനാണ് ചെയ്യാറ്, സാറും ചെയ്യുന്നുണ്ടോ? ഇസ്ലാമിനോടുള്ള ഭയം അത് വേണ്ടത് തന്നെയാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മളുടെ ഈ മാധ്യമങ്ങൾ മുഖ്യ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് സ്വീഡനിൽ അബാൻഡൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ മിനിസ്ട്രി നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് അബാൻഡൺ ചെയ്യാൻ, ഉപേക്ഷിക്കാൻ അവരെ കൊണ്ടെത്തിച്ചത് എന്താണ്? ബിക്കോസ് അത് ഫ്രീ സ്പീച്ചിന് തടസ്സം നിൽക്കുന്നു, ഇസ്ലാമിനകത്തുള്ള റിഫോമിനെ അത് തടയുന്നു, ജെനുവിൻ ആയിട്ടുള്ള ഇസ്ലാമിക വിമർശനം, പ്രത്യേകിച്ച് അവർ അഡ്രസ് ചെയ്യുന്ന വിഷയം ഫീമെയിൽ ജെന്റിൽ മ്യൂട്ടിലേഷൻ, അതേപോലെ ഈ ബ്ലാസ്ഫമി പ്രശ്നങ്ങൾ, അതുപോലെ മറ്റു പല വിഷയങ്ങൾ വരുമ്പോൾ ഇതിനെതിരെ സംസാരിക്കുന്ന വോയിസസിനെ തടയുന്നതിന് ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം വരുന്നത് കൊണ്ട് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുകയും പകരം നമ്മൾ എന്ത് വേണം, ആന്റൈ മുസ്ലിം ഹെയ്റ്റ് അല്ലെങ്കിൽ ഹെയ്റ്റ്രഡ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം. ഞാൻ അതിനേക്കാൾ നല്ലൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മുസ്ലിമോഫോബിയ എന്ന് പറയുന്ന വാക്ക്. കാരണം ഫോബിയ എന്ന് പറയുന്ന വാക്ക് അത് ഇറാഷണൽ ഫിയർ ആണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു തെറ്റായ വാക്കാണ്. ഈ വാക്ക് കണ്ടെത്തിയതും പ്രചരിപ്പിച്ചത് ആരാണ്? ഇത് പറഞ്ഞു വെച്ചത് ഒരു പാശ്ചാത്യ ഒരു ആർട്ടിക്കിൾ വന്നൊരു വാക്കാണ്. അന്നത്തെ ഈ ഒരു ആന്റൈ മുസ്ലിം ഒരു ബിഗോട്രിക്ക് എതിരെയുള്ള ഒരു സാധനമായിട്ട് വന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് മുസ്ലിം ബ്രദർഹുഡാണ്. അവരാണ് അത് പ്രചരിപ്പിച്ചത്. അതിന്റെ മൗത്ത് പീസ് ആയിട്ട് വന്ന ആ പത്രത്തെ കുറിച്ചാണ്, നമ്മളുടെ അൽ ജസീറയെ കുറിച്ചാണ് നമ്മളിവിടെ പരാമർശിച്ചത്. അൽ ജസീറയൊക്കെയാണ് അതിന് ഏറ്റവും കൂടുതൽ ഇറാനിയൻ ഒരു ബാക്കപ്പും കൂടി അതിനുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അത് മാറ്റിയിട്ട് മുസ്ലിമോഫോബിയ എന്ന് പറയുന്ന വാക്ക് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർ പറയുമ്പോൾ അത് ആണ് കറക്റ്റ് വാക്ക്. കാരണം എന്താണ്, 2022 വേൾഡ് ഇസ്ലാമോഫോബിയ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിവസം UN-ന്റെ കീഴിൽ പാകിസ്ഥാൻ അവിടെ അവതരിപ്പിക്കുമ്പോൾ അതിനെ അന്ന് നമ്മൾ കൗണ്ടർ ചെയ്തുകൊണ്ട് നമ്മൾ ഏത്തീസ്റ്റ് അലയൻസ് ഇന്റർനാഷണലും കേരളത്തിൽ NRC എന്ന് പറയുന്ന നമ്മളുടെ സംഘടനയും കൂടിയിട്ട് നമ്മളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു, ഓൺലൈൻ ഇവന്റ്. ഒരു ആഗോളതലത്തിൽ ഒരുപാട് ആളുകളെ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ മുന്നോട്ട് വെച്ച കാര്യമാണ് എക്സ്പോസിങ് ഇസ്ലാമോഫോബിയ ആൻഡ് കൊമ്പാറ്റിംഗ് മുസ്ലിമോഫോബിയ. അപ്പൊ നമുക്ക് കൃത്യമായ നിലപാടുണ്ട്. മുസ്ലിങ്ങളല്ല ഇതിന്റെ ഇരകൾ, മുസ്ലിങ്ങളല്ല ഇതിന്റെ പ്രശ്നക്കാർ, മുസ്ലിങ്ങൾ ഇരകളാണ്. യഥാർത്ഥ പ്രശ്നം അത് ഇസ്ലാമോ ഫിയർ ആണ്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് തെറ്റാണ്. ഇസ്ലാമിനെ നമ്മൾ ഭയക്കണം. നിങ്ങൾക്ക് നാസിസത്തെ ഭയക്കാമെങ്കിൽ, നിങ്ങൾക്ക് ഹിന്ദുത്വയെ ഭയക്കാമെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഭയക്കേണ്ട സാധനമാണ് ഇസ്ലാം എന്നുള്ളത് നമ്മൾ പറയുന്നത് വേണം. ഇനി അത് പറയുന്ന സമയത്ത് അത് വേറെ ആളുകൾക്ക് വളമാകില്ല എന്നതാണ് നിങ്ങളുടെ പേടി എന്നുണ്ടെങ്കിൽ, ആരാ എഴുതിയ ചോദ്യം എന്ന് അറിയില്ല. എന്തായാലും ഒരു നല്ല ഉദ്ദേശത്തിലുള്ള ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. അതിനുള്ള ഉത്തരം എന്റെ ഗുരുനാഥനായ ജബ്ബാർ മാഷ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാനായ ജബ്ബാർ മാഷ് പറഞ്ഞ എന്താണ്, നിങ്ങൾ വാഴയ്ക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അവിടെ, ചീരയ്ക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അവിടെ മറ്റു പല കളകളും വളരും. കള വളരുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കള പറിച്ചു കളയാം. അല്ലാതെ കള വരും എന്ന് വിചാരിച്ച് നിങ്ങൾ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാതിരുന്ന, ചീരയ്ക്ക് വെള്ളം ഒഴിക്കാതിരുന്ന ചീരയും ഉണ്ടാവില്ല, വാഴയും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക ഏത് വേണമെന്നാണ് ജബ്ബാർ മാഷ് എന്നോട് പറഞ്ഞത്, നിങ്ങളോടും പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ ശിരസ വഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് തുടരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കളയെക്കുറിച്ച് ഞാൻ ബോധവാനല്ല. കള പറിച്ചു മാറ്റേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് എന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. കള വളരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കും അറിയാം. കളയെ പറിച്ചു കളയുക, അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് പേടിച്ചിട്ട് വാഴയ്ക്ക് നനയ്ക്കാതിരിക്കരുത് എന്നുള്ളതാണ്. ഇനി മതി. അത് ശരി, പുതിയ ക്വസ്റ്റ്യൻ വന്നിട്ട് സ്പീഡാക്കി. ഓക്കെ, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 157ആണ്, പാകിസ്ഥാനിൽ 153ആണ്. അത്രയും മോശമാണ് ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യം. അത് എന്റെ ഒരു ഡൗട്ടാണ്. എന്താണ് ഈ സത്യത്തിൽ ഈ വേൾഡ് പ്രസ് ഫ്രീഡം? അതിലൊരു ചോദ്യം കൂടി ഉണ്ട്. ഈ പ്രസ് ഫ്രീഡത്തെ അഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന വിഷയങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴും മോദിയുടെ കാര്യമേ പറയാറുള്ളൂ. പിണറായി വിജയൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏഷ്യാനെറ്റിനെതിരെയും മറുനാടൻ മലയാളിക്കെതിരെയൊക്കെ നടത്തിയിട്ടുള്ള അറ്റാക്കുകൾ, അത് ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ താഴെ പോകുന്നതിലേക്ക് വഴിവെക്കുന്ന അതേ സാധനം തന്നെയല്ലേ? പക്ഷെ അത് ആരും പരാമർശിക്കാറില്ല. എന്താണ് അതിനെ കുറിച്ച്? പലപ്പോഴും ഈ പ്രസ് ഫ്രീഡം എന്ന് പറയുന്നത് പിന്നെ എന്താണ്, പ്രസ് ഫ്രീഡത്തിനെതിരെ ഉള്ളത് എപ്പോൾ റൈറ്റ് ആണ് അതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്, ലെഫ്റ്റ് എപ്പോഴും പ്രസ് ഫ്രീഡത്തിന് അനുകൂലം എന്നുള്ളൊരു മിത്തോളജിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പം അമേരിക്കയിൽ ഇപ്പം ട്രംപിൻ്റെ കാലത്തെടുത്ത്, ട്രംപ് മീഡിയയായിട്ടൊക്കെ സംസാരിക്കുന്നത് വളരെ റെഗുലറായിട്ട്
മീഡിയയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, മീഡിയയുമായിട്ട് തർക്കിക്കുന്നു, അതൊക്കെ ശരി. പക്ഷെ ഇൻട്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനെ അതിനേക്കാളും കൂടുതൽ റെസ്ട്രിക്ഷനൊക്കെ നടന്നത് ഒബാമയുടെ കാലത്താണ് മീഡിയ. അപ്പം അത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഏത് അതോറിറ്റേറിയൻ ഭരണാധികാരി വന്നാലും റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള അതോറിറ്റേറിയൻ റൂളായിരുന്നു കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ പ്രസ് ഫ്രീഡത്തിന്റെ റേറ്റിംഗിനെ കുറിച്ച് അതിന്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ്. കാരണം അപ്പാരന്റ്ലി അതിലിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ത്യക്കും മുകളിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അത് പലതിലും അങ്ങനെ, ചിലതിലൊക്കെ അങ്ങനെ കാണുന്നത്. പക്ഷെ അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയെക്കാളും പ്രസ് ഫ്രീഡം അവിടെ ഉണ്ട്. ഇങ്ങനെ ആവാറോ? അതായത് പാകിസ്ഥാനിൽ എല്ലാം അവർക്ക് അനുകൂലമായ സംഗതികൾ പറഞ്ഞുകൊണ്ടിരുന്നു, സ്വാഭാവികമായിട്ടും അവിടെ അറ്റാക്കുകളൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഓൾറെഡി മെത്തഡോളജി എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഇത് എടുക്കുന്നത്. ഇപ്പൊ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയെക്കാളും മുകളിലാണ് ഈ പറഞ്ഞ പാകിസ്ഥാനൊക്കെ. അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പാകിസ്ഥാനിലൊക്കെ ഉള്ള ആൾക്കാർ, ഇപ്പം എനിക്കറിയാം അവിടെ പാകിസ്ഥാനിലെ അഹമ്മദിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അപ്പൊ അവിടെ അഹമ്മദികളൊക്കെ രക്ഷപ്പെടുകയാണ്, അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു, അങ്ങനെയൊന്നും ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുമോ? ഇന്ത്യയിലൊന്നും ആലോചിക്കുക, ഒരു പ്രത്യേക മത ഗ്രൂപ്പ് ഇവിടുന്ന് രക്ഷപ്പെട്ട് പെർസിക്യൂഷൻ പേടിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു സംഭവം ഇന്ത്യയിലുണ്ടോ? അപ്പം ഇതിന്റെ ഈ സർവേന്റെ മെത്തഡോളജി എന്താണെന്ന് എനിക്കറിയില്ല. ഒരു 3 ചോദ്യങ്ങൾ കൂടി ചോദിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. മാധ്യമങ്ങൾ അഫ്ഗാനിസ്ഥാനെ ചിത്രീകരിക്കുന്ന താലിബാന്റെ ക്രൂരതകളും സ്ത്രീകൾ നേരിടുന്ന അവകാശ ലംഘനവുമാണ്. അമേരിക്കൻ അധിനിവേശം കൊലപ്പെടുത്തിയ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരെ കുറിച്ച് മാധ്യമങ്ങൾ നിശബ്ദരാണ്. സുഡാൻ യമൻ പ്രശ്നം ഷിയ സുന്നി തർക്കമാക്കിയാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്. സുഡാനിലെ സ്വർണ്ണ ഖനികളും വിഭവങ്ങളും കൊള്ളയടിക്കാൻ ആഭ്യന്തര യുദ്ധത്തെ പാശ്ചാത്യ ശക്തികൾ ആളിക്കത്തിക്കുകയാണെന്ന് മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യപ്പെടുകയല്ലേ മാധ്യമങ്ങൾ ചെയ്യുന്നത്? ഇസ്ലാമോഫോബിയ വിറ്റ് കാശാക്കുകയല്ലേ മാധ്യമങ്ങൾ ചെയ്യുന്നത്? ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു അമേരിക്ക അങ്ങനെ ആളുകളെ ബോധപൂർവം കൊന്നു എന്നൊക്കെ പറയുന്നത് അത് ഫാർ ഫ്രം ഫാക്റ്റ് ആണ്. എന്നുവെച്ചാല് യുദ്ധം ചെയ്തിട്ട് മരിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇറാഖിലൊക്കെ അവരുടെ ചില സോൾജേഴ്സ് അട്രോസിറ്റീസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല. അതിനൊക്കെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ ബോധപൂർവമായിട്ടൊരു ഗ്രൂപ്പിനെ അങ്ങനെ ചെയ്ത എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പം പോൾ പോട്ട് കംബോഡിയയിൽ ചെയ്തതൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. പക്ഷെ അതുപോലെ അമേരിക്ക വളരെ ഡെലിബറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു മാസ് മേർഡർ നടത്തി എന്നൊക്കെ പറഞ്ഞാൽ. അതെ, അതുപോലെ സാമ്രാജ്യത്വ ശക്തി എന്ന് പറയുമ്പോൾ കൊളോണിയൽ പവർ എന്നാണ് വിളിക്കുക. ഒരു അമേരിക്കയെ ഒരു ട്രൂ കൊളോണിയൽ പവർ ആയിട്ട് നമുക്ക് പറയാൻ പോലും കഴിയില്ല എന്ന് മാത്രമല്ല, അമേരിക്ക തന്നെ ഒരു കോളനി ആയിരുന്നു. അതുപോലും ഇവിടെ ആളുകൾ മറന്നു പോവാണ്. പിന്നെ അമേരിക്കയുടെ കീഴിലുണ്ട് എന്ന് പറയപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഹവായി ദ്വീപ്സിനെ കുറിച്ച് പറയാറൊക്കെ. അത് എങ്ങനെ അമേരിക്കയുടെ കീഴിലേക്ക് വന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഒരു കൊളോണിയൽ, ഒരു മെട്രോണോം കോളനി എന്നുള്ള രീതിയിലല്ല അത് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ റോങ് യൂസേജ് ഓഫ് വേർഡ്സ് അതൊരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടില്ലേ? ഈ ഡെഫിനിഷൻസ്, ഈ ലോഡഡ് ആയിട്ടുള്ള ചില വാക്കുകൾ, ഇപ്പൊ നക്കുബ. ലോകത്തിലെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തി എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അതെ. അപ്പം പക്ഷെ ആരെങ്കിലും ഇസ്ലാമിന്റെ കൊളോണിയൽ പവർ എന്ന് അറിയോ? പറയാറില്ല. ഇല്ലല്ലോ. അപ്പം വാക്കുകളൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട്, അപ്പം ഞാൻ നേരത്തെ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഇത് പറയുന്നതാണ്. എന്നുവെച്ചാൽ ഇസ്ലാം കീഴടക്കിയ അധിനിവേശം നടത്തിയ സ്ഥലങ്ങളാണ് ഈ സിറിയ, ഇപ്പോഴത്തെ പാലസ്റ്റൈൻ, നമ്മുടെ ഇന്ത്യ. അപ്പം ആരും ഇന്ന് കൊളോണിയൽ പവർ എന്ന് പറയാറില്ല. വാക്കുകളൊക്കെ. അപ്പൊ ഇസ്ലാമോഫോബിയ വിറ്റ് കാശാക്കുകളിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാശ് കിട്ടാനിപ്പോ ചെയ്യുന്നത് അങ്ങനെ അളക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ വിറ്റും കാശുണ്ടാക്കുന്ന മൊല്ലാക്കന്മാരിവിടെ ഉണ്ടല്ലോ. അതൊരു തെറ്റ് ആണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞു, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ഇവിടെ നിരോധിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുള്ള ആളും കൂടിയാണ്. UN-അടക്കം നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമോഫോബിയ റീഡിഫൈൻ ചെയ്യണം, അത് ഫ്രീ സ്പീച്ചിനെതിരാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു സാക്ഷാത്കാരമായിട്ടും നമുക്കും ഒരു സന്തോഷം തരുന്ന കാര്യമായിട്ടാണ്. കാരണം ഓൾറെഡി സ്വീഡൻ പറഞ്ഞു നമ്മളത് UN-ലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും അത് അത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഭാവിയിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് ഇവിടുന്ന് അപ്രത്യക്ഷമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനത്തെ ചോദ്യം, ഇസ്രായേൽ ഇറാനിലെ സ്കൂളിൽ ബോംബിട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തീർത്തും മനുഷ്യത്വരഹിതമാണ്. പക്ഷേ അത് വേണ്ട വിധത്തിൽ യുക്തിവാദികൾ ചർച്ച ചെയ്തതായി കാണുന്നില്ല. മാത്രമല്ല, ആ സംഭവത്തിന്റെ കാരണക്കാർ ഇറാൻ തന്നെയാണ് എന്ന രീതിയിൽ പല യുക്തിവാദികളും സംസാരിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് പറയുന്നത്? എന്താണ് തെളിവെന്ന് വ്യക്തമാക്കാമോ സൗത്ത് ഇന്ത്യൻ ഡിങ്കൻ? നമുക്കിതൊന്ന് വളരെ വേണ്ട വിധത്തിലൊന്ന് ചർച്ച ചെയ്താലോ? അതെ, ഇറാനിലെ സ്കൂളിൽ നടന്ന അറ്റാക്ക്, അത് യുക്തിവാദികൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ നമ്മൾ ചോദിക്കുന്നു, ഇറാനിന്റെ ഒരു സ്കൂളിൽ, ഒരു സൈനിക കേന്ദ്രത്തോട് കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന സ്കൂളിൽ ഒരു അറ്റാക്ക് നടക്കുന്നതായിട്ടും അവിടെ കുട്ടികൾ മരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നത്. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. എന്താണ് അതിൽ പറയുന്നത്? എന്നുവെച്ചാൽ യുദ്ധം എന്ന് പറയുന്നത് ഒരു നല്ല സംഭവമൊന്നുമല്ല. വാറില് എന്താണ് നമ്മൾ എപ്പോഴും എന്താണ് കൈയടിച്ച് ഇതാക്കേണ്ട സാധനമല്ല യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ പ്രശ്നത്തിൽ അതിൽ ആളുകൾ മരിക്കും, അതിൽ സോൾജേഴ്സ് മാത്രമല്ല മരിക്കും, സിവിലിയൻസ് മരിക്കും. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതിന് ഇന്റൻഷൻ? ഈ അമേരിക്കക്ക് സ്കൂളിൽ ബോംബിട്ടിട്ട് എന്താ കാര്യം? സ്കൂളിൽ ബോംബിട്ട് ഇത്രയും 150ഓളം പെൺകുട്ടികളെ കൊന്നിട്ട് അവർക്ക് എന്ത് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ് അതിലുള്ളത്? നമ്മൾ അങ്ങനെയാണ് ചെയ്യാം. ഒരു ആക്സിഡന്റ് നടക്കാം, ഒരു മിസൈൽ മിസ്ഫയർ ആവാം, ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ടാർഗറ്റ് തെറ്റായി പോകാം, ഒരു ടാർഗറ്റ് അവിടെ. പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ട്, എന്തിനാണ് ആ സമയത്ത് യുദ്ധത്തിന്റെ സമയത്ത് സ്കൂള് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ സൈനിക കോമ്പൗണ്ടിന്റെ അകത്ത് എങ്ങനെ സ്കൂള് വന്നു എന്നുള്ളത് പ്രശ്നമുണ്ട്. അത് സൈനിക കോമ്പൗണ്ടിൽ ഇപ്പൊ നമ്മളിപ്പോ സൈനിക കോമ്പൗണ്ടിൽ ചിലപ്പോൾ സൈനിക് സ്കൂളൊക്കെ ഉണ്ടാവും, പക്ഷെ കോമ്പൗണ്ടിനോട് ചേർന്നാവില്ലല്ലോ. ആർമി സ്കൂളൊക്കെ ഇത് ആ കോമ്പൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ഒന്നത് പിന്നെ ഞാൻ പറയുന്നത്, നമ്മളിതിനെ ന്യായീകരിക്കല്ല, ഇതൊരു ആക്സിഡന്റ് ആണ്, ട്രാജഡിയാണ്. അതെ. ഇനി അതോടൊപ്പം തന്നെ ഇതിന് ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടത്തി അവരതിന് ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മൾ ചാടിക്കയറി ഇത് അമേരിക്കയെ കുത്തി പറയാനുള്ള സാധനമാക്കിയിട്ട് ഉപയോഗിക്കുന്നതോട് നമ്മൾ എതിരാണ്. ചാടിക്കയറി ഇത് ഇറാനിന്റെ ഏതെങ്കിലും സംഗതിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇറാന്റെ തന്നെയാണെന്ന് പറയുന്നതോട് നമ്മൾ എതിരാണ്. നമ്മൾ രണ്ടും പറയുന്നില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അത് വരുന്നതിന് മുന്നേ നമ്മളൊരു സൈഡ് പിടിച്ചോളണം എന്നൊരു നിർബന്ധം നിങ്ങൾ പറയുന്നതിനോടാണ് നമ്മൾ ഇത്. എന്റെ ഒരു പൊസിഷൻ അതാണ് എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നാൽ നമ്മൾ അതിനെ എടുത്തിരിക്കും, അത്രേ അതിനകത്ത് നമ്മൾ പറയാനുള്ളൂ. അപ്പൊ അത് പറയുന്നു. പിന്നെ ഒരു ചോദ്യമല്ല, ഒരു ഹമാസ് സായുധ വിഭാഗം മേധാവിയെ വധിച്ചു എന്നതിന്റെ ശീർഷകത്തിൽ ഇന്നത്തെ കേരള കൗമുദി മലയാള പത്രത്തിന്റെ ന്യൂസ് വന്നിരുന്നു, പേജ് നമ്പർ 10. അതിലെ അതുപോലെ മിനൂക്കി എന്താണ് മനസ്സിലാവില്ല, വധിച്ചു എന്നത് ഐസിസിന്റെ ഒരു നേതാവിനെ കൂടി വധിച്ചിട്ടുണ്ട്. പേര് ഓർക്കുന്നില്ല, ഇതിൽ എഴുതിയത് ക്ലിയർ ആവുന്നില്ല. വധിച്ചു എന്നത് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ താങ്കൾക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആരാണെന്ന് പേര് വെച്ചിട്ടില്ല, എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഏതായാലും സ്ക്രീൻഷോട്ട് കാണാൻ എനിക്കൊന്ന് ഷെയർ ചെയ്താൽ. അപ്പൊ തൽക്കാലം നമ്മൾ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൃത്യസമയത്താണ്, 2 മിനിറ്റ് വൈകിട്ടുണ്ട്, മാപ്പാക്കണം. വളരെ നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. പങ്കെടുത്ത ആളുകൾക്കും വേദി തന്ന എസൻസിനും എല്ലാവർക്കും നന്ദി പറയുന്നു. നസീർ സാറിന് നമുക്കൊരു നല്ലൊരു കയ്യടിയും കൊടുക്കാം. വളരെ നന്ദി. താങ്ക് യു.